ശ്രീരാമജി. ഓം സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. കാഞ്ചിയിൽ വിളങ്ങുന്ന സർവലോക ജനനിയായ കാമാക്ഷിക്കും കാഞ്ചി പീഠത്തിൽ നിന്നും അനുസ്യൂതം ഒഴുകുന്ന ശ്രീവിദ്യാ പരമ്പരയ്ക്കും പരമഗുരുവായിരിക്കുന്ന കാഞ്ചി പെരിയവ ശ്രീ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾക്കും വീണ് വീണ് മനസാ നമസ്കാരം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല വർഷവും കാണുന്നത് പോലെ തന്നെ വീണ്ടും ഇവിടെ വന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം അമ്മ എനിക്ക് തന്നിരിക്കുകയാണ്. അതിന് കാരണഭൂതരായിരിക്കുന്നത് ഇവിടുത്തെ ശ്രീ ദിവാകരൻ നമ്പൂതിരിപ്പാടും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാടുമാണ്. അവരുടെ ആ കാരുണ്യത്തിന് പ്രത്യേകം നന്ദി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഈ ശ്രീമദ് ഭാഗവതത്തെ സംബന്ധിച്ചുള്ള പല പ്രഭാഷണങ്ങൾ പല കാലങ്ങളായി കേട്ടുവരുന്ന നമ്മൾക്ക് ആത്മീയമായി അത് ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ അത് പകർത്തുവാനുമുള്ള വിവേകം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുകയാണ്. പലർക്കും അത് കേൾക്കുക കളയുക എന്നുള്ളതാണ്. വിശേഷിച്ച് കോട്ടയംകാർക്ക് കേട്ട് കളയാം എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. അവിടെ ഒരു പ്രഭാഷണം നടക്കുന്നുണ്ട്, കേട്ട് കളയാം എന്നുവെച്ചാൽ കേട്ടിട്ട് പോകുന്ന വഴിക്കത് കളയാം. അങ്ങനെ ആവാതെ എല്ലാ പ്രഭാഷണങ്ങളിലും നിങ്ങൾക്കുള്ള ഒരു സന്ദേശം ഭഗവാൻ വെച്ചിരിക്കും. ഇപ്പോൾ ഞാൻ തന്നെ ആയിക്കോണമെന്നില്ല, ഏതൊരു ജീവിയിലൂടെയും ഏതൊരു പ്രകൃതിയിലെ വസ്തുവിലൂടെയും പഠിപ്പിക്കാൻ ഭഗവാന് കഴിയും. അപ്പോൾ എന്നിലൂടെ ഇന്ന് എന്ത് വരുന്നുവോ അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾക്ക് ഗുണപരമായി ഭവിക്കുന്നുവെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. ഇവിടെ ഈ സ്യമന്തകോപാഖ്യാനത്തെ വെച്ചുകൊണ്ട് സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മോഷണ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എന്നോടിന്ന് നമ്മുടെ ശ്രീശിവൻ പറഞ്ഞിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരു പ്രഭാഷണത്തിന് മുമ്പേ തയ്യാറായി വരാറില്ല. അതിൻ്റെ ഗുണവും ന്യൂനതയും എൻ്റെ പ്രഭാഷണങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മുടെ വ്യക്തിപരമായ അഹന്ത കലരാതെ സംരക്ഷിക്കാൻ പറ്റും. എന്താണോ ഈശ്വരൻ എന്നിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് എത്തും. ന്യൂനത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഗ്രന്ഥത്തിലുള്ളത് അതുപോലെ പറഞ്ഞില്ല എന്ന് വരും, അങ്ങനെയുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഫോൺ ഇങ്ങോട്ട് കയ്യിലെടുക്കാത്തത് കൊണ്ട് കുറേയൊക്കെ എന്താണോ ഓർമ്മയിൽ വരുന്നത്, എന്താണോ പ്രമാണത്തിലുള്ളത് അതൊക്കെ ഇതിനുമായി ബന്ധപ്പെട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എഴുതി വയ്ക്കാതെ പറയണ്ട എന്ന് കരുതിയിട്ടാണ്. ഈ സ്യമന്തകോപാഖ്യാനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 3 പാഠങ്ങളുണ്ട്. പ്രധാനമായും ഒരു മൃഷാപവാദം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ ആരോപണം നമ്മളെപ്പറ്റി ഒരാൾ പറയുകയാണെന്ന് വിചാരിക്കുക, അപവാദം പറഞ്ഞുണ്ടാക്കുക. ആ അപവാദം പറഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മുടെ മനോനില എന്തായിരിക്കണം എന്നുള്ളത് ഭഗവാൻ ഇവിടെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. 2, ഒരു വസ്തുവും ഭഗവാന് സമർപ്പിക്കാതെ ഉപയോഗിക്കരുത് എന്ന ഒരു പാഠവും ഞാൻ മനസ്സിലാക്കുന്നു. 3ാമത്തെ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര നല്ലവരാണെങ്കിലും ലോകം കുറ്റം പറയും എന്നുള്ള ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഈ സ്യമന്തകോപാഖ്യാനത്തിൽ നിന്ന് ഞാൻ എൻ്റെ ചെറിയ മനസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അറബികളുടെ ഇടയിലൊരു ചൊല്ലുണ്ട്, അതായത് അറബിക്കടലിൽ മുങ്ങിയാലും നിങ്ങൾ കൊണ്ടുപോകുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിലേ വെള്ളം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഭാഗവതം വായിച്ചു എന്നുള്ളതുകൊണ്ട് ഭാഗവതം ഉൾക്കൊണ്ടു എന്നൊരർത്ഥം അതിനില്ല. വേദം മുഴുവൻ കമ്പോട് കമ്പും പഠിച്ചു
സ്വരിച്ച് ഉച്ചരിച്ച് പഠിച്ചു. അതുകൊണ്ട് വേദം മുഴുവൻ ഹൃദിസ്ഥമായി എന്നർത്ഥമില്ല. ഹൃദയത്തിൻ്റെ വിശാലതയും വീക്ഷണത്തിൻ്റെ ശരിയും തെറ്റുമനുസരിച്ച് പഠിച്ചത് പ്രയോജനപ്പെടാതെയും പോവാം. അപ്പോൾ ഏതൊരു വിഷയവും ഗുരു പറഞ്ഞു തന്നു എന്നതുകൊണ്ട് മാത്രം ശിഷ്യൻ ഉൾക്കൊണ്ടു എന്ന് അർത്ഥമാവുന്നില്ല. അല്ലെങ്കിൽ വേദത്തിലുണ്ട്, ഞാൻ വേദം കണ്ടു പഠിച്ചു എന്നുള്ളതുകൊണ്ട് വേദത്തെ ഉൾക്കൊണ്ടു എന്നർത്ഥമില്ല. നമ്മുടെ ഹൃദയ വിശാലത എത്രയുണ്ടോ മാത്രമേ നമുക്ക് അറിവ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ചിന്തയിൽ ഞാൻ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ പരമമായ വ്യാഖ്യാനമാണ്, ഇതിനപ്പുറത്തേക്ക് ആരും പറയാനില്ല എന്ന ഹുങ്കൊന്നും പറയാൻ ഞാൻ തൽക്കാലം തയ്യാറല്ല. കാരണം ഇവിടെ രണ്ടുപേരും അപകടകാരികളായ ദേവതകളാണ്. ഗണപതി വിഘ്നം സൃഷ്ടിക്കാനും വിഘ്നം അകറ്റാനും കഴിവുള്ള ദേവതയാണ്. കൃഷ്ണനാകട്ടെ ഇപ്പോൾ വായിച്ചുകൊണ്ട് വരുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് കൃഷ്ണന് മുമ്പിൽ നല്ലൊരു മാലയിട്ട് നടന്നുള്ള തൊന്തരം എന്താണെന്നുള്ളതും ഇപ്പോൾ മനസ്സിലാവും. ഏതൊരു കർമ്മവും എന്നിൽ അർപ്പിച്ച് ചെയ്യൂ അർജുന, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ മുക്തനാക്കാം എന്നാണ് ഭഗവാൻ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സത്രാജിത്തിൻ്റെ ഉപാസനാബലം കൊണ്ട്, ഇപ്പോൾ ചില ആൾക്കാരുണ്ട് അങ്ങനെ ഉപാസനാബലം, ചിലർ യക്ഷിയെ ഉപാസിക്കുന്നവരുണ്ട്, യക്ഷിയെ, ചിലർ ദുർഗയെ ഉപാസിക്കുന്നവരുണ്ട്, ശിവനെ ഉപാസിക്കുന്നവരുണ്ട്, കൃഷ്ണനെ ഉപാസിക്കുന്നവരുണ്ട്. ഉപാസന കൊണ്ട് നേടുന്ന സിദ്ധികൾ ദുരുപയോഗം ചെയ്താൽ ആ സിദ്ധികൾ തന്നെ സ്വയം മനസ്സിന് അങ്കലാപ്പും വേദനയും ഉണ്ടാക്കും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഉപാഖ്യാനത്തിലുള്ളത്. ഇപ്പോൾ ശ്രീശുക ബ്രഹ്മർഷിയാണല്ലോ ഈ കഥ മനുഷ്യരാശിക്കായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ശ്രീശുക ബ്രഹ്മർഷിക്ക് ഈ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. കാരണം ഈ ലോകത്ത് എന്തൊക്കെ നേടാമോ ആ നേട്ടമൊക്കെ ആദ്യമേ തന്നെ ഒരു പക്ഷേ ജന്മനാ തന്നെ നേടിയ ഒരു മഹാത്മാവാണ് ശ്രീശുക ബ്രഹ്മർഷി. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഭൂമിയിൽ അത്തരം മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യരൂപത്തിലുള്ള ദേവന്മാർ സഞ്ചരിക്കാറുണ്ട്. അവരെ കേവലം മനുഷ്യരായി തെറ്റിദ്ധരിച്ചാലും അപകടം ഉണ്ടാവും. അതും ഇതിൽ മനസ്സിലാവും. ജാമ്പവാൻ ഭഗവാനെ കണ്ടിട്ട് ഏതോ ഒരു മനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ വന്നിട്ട് മോഷ്ടിക്കാൻ വന്നാന്ന് വെച്ചിട്ട് ഇടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് അതും നമുക്കിതിൽ കാണാം. അപ്പോൾ നമുക്ക് അധിക നേരമില്ല. നമ്മുടെ വിശാഖ ഹരിക്ക് ശേഷം ഈ പ്രഭാഷണം വെച്ചത് മനഃപൂർവ്വമാണെന്ന് ഞാൻ ശങ്കിക്കുന്നു. കാരണം മഴ പെയ്തു, ഇനി മരം പെയ്യണോ എന്ന അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അഹന്ത ഇല്ലാതാക്കാൻ വേണ്ടി ഇവരൊക്കെ കൂടി പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണോ എന്നും എനിക്ക് ശങ്കയില്ലാതില്ല. വിശാഖഹരി ഒന്നാന്തരമായിട്ട് പാടുകയും ചെയ്യും, അതാണ്. അപ്പം അത്രയും നന്നായി പാടുകയും ഭഗവത് കീർത്തനം ചെയ്യും. വെറുതെ സിനിമാ പാട്ടൊന്നും അല്ല അവർ പാടുന്നത്, ഭഗവാന്റെ കൃതി, ഭഗവാന്റെ കീർത്തനങ്ങൾ മാത്രം പാടുന്ന ഭക്തയാണവർ. ആ കുലം തന്നെ ഭഗവാന് വേണ്ടി സമർപ്പിച്ച കുലമാണ്. അപ്പോൾ അങ്ങനെയുള്ള പവിത്ര ജന്മങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഈ പ്രഭാഷണം എന്നത് ആരെയും വേദനിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ ഈ പ്രഭാഷണം എത്രയും പെട്ടെന്ന് ശ്രദ്ധയോടെ കേട്ടാൽ ഞാൻ പെട്ടെന്ന് നിർത്താം. ശ്രദ്ധയില്ലാന്ന് കണ്ടാൽ നീട്ടി കൊണ്ടുപോകാം. അപ്പോൾ വിശക്കും. ഉച്ചനേരമാണ്. മിക്കവാറും എല്ലാ അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാണ് എന്നെ വിളിക്കുക, ഉച്ചനേരത്തെ വിളിക്കുക. ഫില്ലർ എന്ന് പറയുന്നതിന്, സിനിമയുടെ ഇടയ്ക്ക് പരസ്യം തിരികണ പോലെ ഉച്ചനേരത്ത് ഊണ് കാലാക്കാൻ വേണ്ടിയിട്ട് പപ്പടം കാച്ചുന്ന വരെയുള്ള ഒരു പരിപാടിയായിട്ടാണ് എന്നെ വിളിക്കാറുള്ളത്. അതിൽ വിരോധമൊന്നുമില്ല. എനിക്ക് ഉള്ള എൻ്റെ ഗുരുവിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് മാത്രമേ ഞാനത് കാണുന്നുള്ളൂ. ഭാഗവതം പഠിക്കണം, കമ്പോ പഠിക്കണം എന്നൊക്കെ കുറേ കാലമായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സ് ഭഗവാൻ രമണ മഹർഷിയുടെയും ആദിശങ്കരരുടെയും കൃതികളിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രം പഠിച്ചാൽ മതി എന്നൊരു ചിന്ത കാരണം ഇതൊന്നും അങ്ങനെ എടുത്ത് ആഗ്രഹമുണ്ടെങ്കിലും പഠിക്കാൻ എന്നെ ഏതോ ഒരു ശക്തി സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും മള്ളിയൂർ എന്ന് ഓർമ്മ വന്നാൽ മാത്രമാണ് ഭാഗവതം എടുത്തിട്ട് ഒന്ന് നോക്കുന്നത്. അതിൻ്റെ ന്യൂനത എൻ്റെ പ്രഭാഷണത്തിൽ കണ്ടേക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഏതൊരു വസ്തു ലഭിച്ചാലും അത് ഭഗവാന് കൊടുത്തിട്ട് ഉപയോഗിച്ചാൽ അത് ഈട് നിൽക്കും, മാത്രമല്ല അത് യശസ്സ് ചേർക്കും നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. ഞാൻ എപ്പോഴും ഒരു പുതിയ വസ്ത്രം, അതായത് 2-3 തവണ ഇട്ടതാണെച്ചാലും അലക്കിക്കഴിഞ്ഞ് ഉടുക്കുന്നതിന് മുൻപ് എൻ്റെ ഗുരുവിൻ്റെ ഫോട്ടോയിലൊന്ന് തൊടിയിക്കും. അത് എപ്പോഴും, അതൊരു ഉത്തരീയ ആയാലും ശരി, ഒരു വാച്ച് കിട്ടുകയാണെങ്കിലും ശരി, ഒരു മോതിരം ഇടുകയാണെങ്കിലും ശരി, എന്തൊരു സാധനം ഞാൻ ഉപയോഗിച്ചാലും അത് ഭഗവതിയുടെ അമ്മയുടെ ദേഹത്തൊന്ന് സ്പർശിച്ചിട്ട് മാത്രമേ ഉടുക്കാറുള്ളൂ. അതെന്തിനാന്ന് വെച്ചാൽ ഇത് എൻ്റേതല്ല, എനിക്ക് അവിടുന്ന് ഉപയോഗിക്കാൻ അവസരം തന്ന ഒരു വസ്തു മാത്രമാണ് എന്ന ഒരു ബോധം. നമ്മൾ അജ്ഞാനികളായ മനുഷ്യരായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ കഴിവ്, ഞാൻ എത്ര നന്നായി പാടുന്നു, ഞാൻ എത്ര നന്നായി നൃത്തം ചെയ്യുന്നു, ഞാൻ എത്ര നന്നായിട്ട് എഴുതുന്നു എന്നൊക്കെയുള്ള നമുക്ക് പല പല അഹന്തകൾ പല രീതിയിൽ വരാം.
ആ അഹന്തകളെ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, ഏതൊരു വസ്തുവും പുതിയതായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഭഗവാന് സമർപ്പിച്ചിട്ട് എടുത്തുപയോഗിച്ചാൽ ആ വസ്തുവിനൊരു മിഴിവ് കൂടുതൽ വരും. മാത്രമല്ല നമുക്കതിനോടുള്ള ബന്ധം കുറയുകയും ചെയ്യും. നമുക്കതിനോടുള്ള ഒട്ടൽ, നമുക്കതിനോടുള്ള അനാവശ്യമായൊരു ബന്ധം ഇല്ലാതായിട്ട് നമ്മൾ കുറേ ഫ്രീ ആവും. മാത്രമല്ല നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ, സ്വന്തം വാഹനമാണ് എന്ന് വിചാരിച്ചാലും നമ്മൾ വാഹനത്തിൽ കയറുമ്പോഴും നമ്മൾ ആ സീറ്റിൽ തൊട്ട് വന്ദിച്ചിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ച, അമ്മ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതാണ്. ഏതൊരു വസ്തുവിലും ഭഗവാന്റെ അംശം ഉണ്ടെന്ന് കണ്ടിട്ട് അഹന്തയോടുകൂടി ചാടിയിരിക്കാതെ ഒന്ന് തൊട്ട് വന്ദിച്ചിട്ട്, ഒരു ഇരിപ്പിടത്തിലിരുന്നാലും കിടക്കുന്ന കിടക്കയിലാണെങ്കിലും നമ്മൾ വാങ്ങിയതാണെങ്കിലും ഭഗവാന്റെ കൃപയില്ലാതെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി എല്ലാം ഭഗവത് പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഉപയോഗിച്ചാൽ ആ വസ്തു നമുക്ക് ദോഷത്തെ ഉണ്ടാക്കില്ലെന്ന് മാത്രമല്ല, നമ്മളത് കെട്ടിയിടാൻ ശക്തമാവുന്നില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മായാലോകത്തെ എല്ലാ കാര്യത്തിനും ബന്ധിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. ഈ മായാലോകത്ത്, ഈ ലോകം മായാലോകമാണ്, വിഷ്ണുമായയാൽ സമ്മൂഢമായിരിക്കുന്ന ഒരു പ്രപഞ്ചമാണിത്. ഇവിടെ എന്തൊരു വസ്തു നമ്മളെ ആകർഷിച്ചു കൊണ്ടുപോകും. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നൊരു കുട്ടി, അവൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എത്രയോ ചലച്ചിത്രങ്ങളുടെ പോസ്റ്റർ മതിൽമേണ്ടാവും. അത് കണ്ട് കണ്ട് അവൻ്റെ മനസ്സ് അതിലൊട്ടിപ്പോവും. ഇപ്പോൾ സ്കൂളിലേക്കുള്ള കാര്യം മറന്നുപോകും. ടി വി നോക്കിയിരുന്നാൽ അതിലുള്ള പല രംഗങ്ങളും മനസ്സൊട്ടിക്കും. അതുപോലെ മൊബൈൽ, ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ നടക്കുന്ന ചെകുത്താനായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ചെകുത്താനെ സ്വന്തമായിട്ട് വാങ്ങുക എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതിന് പല വേർഷൻസ് ഉണ്ട്, ചെകുത്താൻ പ്രോ, അങ്ങനെ അതിന് പല വേർഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ എന്താ കുഴപ്പം, ഇത് ഞാനും ഉപയോഗിക്കാറുണ്ട്. ഇത് നമ്മളെ വല്ലാതെ, നമ്മൾ ചിന്തിക്കാത്ത വണ്ണം നമ്മുടെ ബുദ്ധിയെ കെടുത്തിക്കളയാനുള്ള കഴിവുള്ളൊരു വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് അതും എപ്പോഴും ഭഗവത് സ്മരണയുണ്ട്. ഇപ്പോൾ വാൾപേപ്പറൊക്കെ വെക്കുകയാണെങ്കിൽ അതിലും ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവതയുടെ ഗുരുവിൻ്റെ ഒക്കെ പടമാണെങ്കിൽ എടുക്കുമ്പോഴേ ഒരു വാർണിംഗ്, ഒരു ഓർമ്മയുണ്ടാവും. പിന്നെ ഒരു കാര്യമുണ്ട്, മിക്ക ദേവതകളും വ്യക്തിത്വമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സ്വാർത്ഥവും ഉണ്ടാവും ദേവതകൾക്ക്. ഈ ശമന്തോപാഖ്യാനത്തിൻ്റെ കാര്യത്തിൽ കൃഷ്ണൻ ഈ കാര്യത്തിൽ പോയി പെട്ടത് ഒരു ലക്ഷ്യം കണ്ടിട്ടാണ്. ഈ നാരായണ ഭട്ടതിരിപ്പാട് മേൽപ്പത്തൂർ പറയണത്, ഈ സത്യഭാമയെ വേളി കഴിക്കാൻ ഉള്ള ഇച്ഛ കൊണ്ടാണ് ഈ കണ്ട ദോഷം മുഴുവൻ ഭഗവാൻ പറഞ്ഞുണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അതിൽ സത്യമില്ലാതില്ല. അതുമാവാം. കൃഷ്ണൻ എന്താ ചെയ്യാൻ പോകുന്നത് കൃഷ്ണൻ മാത്രമേ അറിയുള്ളൂ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് മനുഷ്യരൂപേണ ഭൂമിയിൽ അവതാരം ചെയ്തത്. അതുകൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വയം നാണം കെട്ടിട്ടാണെങ്കിലും തൻ്റെ ലക്ഷ്യം അവിടെ നേടിയിരിക്കും എന്നതുകൂടെ മേൽപ്പത്തൂരാണ് ഇതൊക്കെ കണ്ട് പുറത്തേക്ക്. കാരണം ഭാഗവതം വളരെ വിസ്തൃതമായൊരു സാഗരം പോലെയാണ്. എന്നാൽ ഒരു ചെറിയ കൈത്തോടു മാതിരിയേ ഉള്ളൂ നാരായണീയം. പക്ഷേ നാരായണീയത്തിൽ ചില അത്ഭുതകരങ്ങളായ സംഗതികൾ മേൽപ്പത്തൂരിന് എഴുതാൻ ഭഗവാൻ തോന്നിച്ചിട്ടുണ്ട്. കാരണം ഗുരുവായൂരപ്പൻ, ഇപ്പോൾ വസുദേവർ പൂജിച്ചിരുന്ന ഭഗവാൻ ഇപ്പോൾ കേരളത്തിലാണല്ലോ. അപ്പോൾ അത് ആ വസുദേവരുടെ ദേവതയായിരിക്കുന്ന ചതുർബാഹുവായിരിക്കുന്ന മഹാവിഷ്ണുവിനെ നിത്യവും സേവിച്ച് ഈ പദ്യങ്ങൾ എഴുതാൻ കഴിഞ്ഞ ഒരു മഹാത്മാവാണല്ലോ മേൽപ്പത്തൂർ. അയാൾക്ക് വേദവ്യാസന പോലും കൊടുക്കാത്ത ചില സവിശേഷ ബുദ്ധി ഭഗവാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ്. കാരണം ഇതിൽ ഈ ശമന്തകോപാഖ്യാനം പറയുന്നത് നാരായണത്തിൻ്റെ 80ാമത്തെ ദശകത്തിലാണ്. അതിൽ രസകരങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്താം. കാരണം എൻ്റെ അച്ഛൻ നാരായണീയം പൂർണ്ണമായിട്ടും മുഴുവൻ 100 ദശകവും മനഃപ്പാഠം ചെയ്ത് നിത്യേന എന്നോണം ജപിച്ചിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അത് കേട്ടുള്ള അറിവേ ഉള്ളൂ. നാരായണീയം ഗ്രന്ഥം ഞാൻ കൈകൊണ്ട് കൊടുക്കുന്ന ഒരു 5 വർഷം പോലും ആയിട്ടില്ല. ഈ കൊറോണ വന്നതിന് ഒരുപാട് ഗുണമുണ്ടായി. അതിലൊരു ഗുണമാണ് നാരായണീയം എടുത്തൊന്ന് നോക്കണം. അച്ഛനിത് മുഴുവൻ ചൊല്ലിയിരുന്നാണല്ലോ എന്ന ഓർമ്മ കൊണ്ട് നാരായണീയം ഞാൻ കൈകൊണ്ട് തൊട്ടത് കൊറോണ കാലത്താണ്. പല ആളുകളും സ്വന്തം വീട്ടിൽ പറമ്പുണ്ടെന്നും അടുക്കളപ്പറമ്പുണ്ടെന്നും അവിടെ വെണ്ടയ്ക്ക നട്ടാൽ വളരുന്നൊക്കെ അറിഞ്ഞതും കൊറോണ കാലത്താണ്. കൊറോണ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. കൊറോണ ഒരു ദൈവിയോ ദേവനോ ആണെന്നാണ് എൻ്റെ ചിന്ത. കാരണം ആളുകളുടെ ആരോഗ്യവും ആയുസ്സും പകുതിയായി കുറഞ്ഞു. മനുഷ്യരുടെ ആയുസ് പകുതിയായി കുറഞ്ഞാൽ ഭൂമി നന്നാവും എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇതിന് ആയുരാരോഗ്യ സൗഖ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മനുഷ്യനെപ്പോലെ ദ്രോഹം ചെയ്യുന്നൊരു ജീവി മറ്റൊന്ന് ഭൂമിയിൽ വേറെയില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ജഡ്ജ് പറയുകയാണ്, തെരുവുനായ്ക്കളൊക്കെ അങ്ങോട്ട് ശരിപ്പെടുത്തിയാലും കുഴപ്പമില്ല എന്ന്. ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പറയാം. ഞാൻ കർണാടകത്തിൽ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ദിവസം കൊണ്ടിട്ട് ആരോ എറിഞ്ഞിട്ട് നെറ്റി പൊട്ടി ചോര ഒലിച്ചുകൊണ്ട് ഒരു തെരുവുനായ, ചെറിയ കുട്ടിയാണത്, അതിൻ്റെ ദേഹത്തെ എല്ലുകളൊക്കെ എനിക്ക് എണ്ണി എടുക്കുക. അത്രയ്ക്ക് വിശന്നിട്ട് അത് ഏതോ ഒരു വീട്ടിൽ നിന്ന് ചെരുപ്പ് മോഷ്ടിച്ചു. ഈ നായ്ക്കൾ ചെരുപ്പ് മോഷ്ടിക്കുന്നത് രസത്തിന് മാത്രമല്ല തിന്നാനുമാണ്. വിശപ്പുകൊണ്ട്, ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് തിന്നാനുമായിരിക്കാം. ഞാൻ ഈ അടുത്ത കാലത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. പൊടിപടങ്ങളൊക്കെ പരത്തുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാലോ.
അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ചവരെയൊക്കെ ഞാൻ നിശിതമായിട്ട് വിമർശിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ദേവനെ പൂജ ചെയ്യാൻ വലിയ അനുഗ്രഹം കിട്ടിയിട്ടും അവിടുന്ന് മോഷ്ടിക്കുന്നവരാവും ഇങ്ങനെയൊക്കെ ജനിക്കുന്നതെന്നാണ് എനിക്ക് തോന്നാറ്. അങ്ങനത്തെ ജന്മങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണ്യമോ വേദജ്ഞാനമോ തന്ത്രജ്ഞാനമോ ഒന്നും മോഷ്ടിക്കാനുള്ള യോഗ്യതയല്ല. അത് ശരിയാവണ്ണം ഭഗവാനെ സേവിക്കാനുള്ള അവസരമാണെന്ന് എല്ലാവരും ഓർത്താൽ എല്ലാവർക്കും നന്ന് എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അമ്മ എന്നോട് പണ്ടൊരിക്കൽ പറഞ്ഞു, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഒരു മുസ്ലിം പ്രഭാഷകൻ അമ്മയുടെ നാട്ടിൽ ഓണാട്ടുകരയിൽ പോയിട്ട് സത്യസായിബാബയെ നിമിത്തമാക്കിക്കൊണ്ട് അമ്മയെ കുറേ തെറി പറഞ്ഞു. അവിടുന്ന് അമ്മയെ പറയാൻ പേടി, ആ തുറക്കാർ തുഴ കൊണ്ടടിച്ചാലുള്ള പേടിയുണ്ട്. അപ്പോൾ സത്യസായിബാബയെ പറഞ്ഞുകൊണ്ട് അമ്മയെ പറഞ്ഞു. ഇപ്പോൾ പിറ്റേന്ന് എന്നെ അവിടുന്ന് കുറച്ച് പേര് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു മറുപടി കൊടുക്കണം കേട്ടോ, ഇങ്ങനെ ഇയാൾ ഇവിടെ വന്നിട്ട് വല്ലാതെ അമ്മയൊക്കെ നിമിത്തമാക്കി പറഞ്ഞു എന്ന് പറഞ്ഞു. ശരി, ഞാൻ വരാറിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അവിടെ അമ്പലത്തിൻ്റെ പരിപാടിക്ക് എന്നെ വിളിച്ചു. അവിടെ ഒരു അമ്പലം, അവിടെ ഞാൻ പോയിട്ട് നിശ്ചിതമായിട്ട് വിമർശിച്ചപ്പോൾ സ്റ്റേജിലേക്കൊരു കത്ത്, ഇങ്ങനെ വിമർശിക്കരുത്, ഇവരൊക്കെ അരി തന്നിട്ടാണ് ഇവിടെ അമ്പലത്തിൽ പരിപാടി നടക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഈ കടവ് അങ്ങോട്ട് കടന്നാൽ അമ്മയുടെ ആശ്രമമല്ലേ, അവിടുന്ന് ഇഷ്ടം പോലെ അരി തരുമല്ലോ, എന്തിനാ വല്ലവൻ്റെ അരി വാങ്ങിയിട്ട് അവർക്ക് വിധേയമായിട്ട് ഭീഷ്മരെ പോലെ പ്രവർത്തിക്കുന്നത്? ശരശയ്യാവും ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി സ്വാമിയോടെ കാണാൻ അയാൾ ഇറങ്ങിപ്പോയി. അടി ഇപ്പോൾ പൊട്ടുമെന്നുള്ളത് ഏകദേശം ധാരണയായി അവർക്ക്. അപ്പോൾ ഞാൻ പോകുന്ന മിക്കയിടത്തും ഇങ്ങനെ ഒരു ആംബുലൻസും ഒക്കെ നിർത്തിയിടുന്നത് ഒരു പതിവായിട്ടുണ്ട്. ഇപ്പോൾ ആർക്കാ അടി കിട്ടുക എന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് എന്നെക്കൊണ്ട് ദേവി പറയിപ്പിക്കുന്നത്. ഇതിലെനിക്ക് നിയന്ത്രണം ഉണ്ടോ വെച്ചാൽ എനിക്ക് 0 കൺട്രോളാണ്, എനിക്ക് നിയന്ത്രണം ഇല്ല അതിൽ. അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ എന്ന് എല്ലാ പ്രഭാഷണം കഴിഞ്ഞിലും ഞാൻ ചിന്തിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഏറ്റവും മര്യാദയ്ക്കും വൃത്തിയിലും അടക്കത്തോടെയും ഞാൻ സംസാരിക്കുന്ന ഒരു വേദി ഈ മള്ളിയൂർ വേദി മാത്രമാണ്. ബാക്കി എല്ലാ വേദിയിലും ഞാൻ, അതിന് കാരണം ഇവിടെ എനിക്ക് മുമ്പിൽ ചീഫ് കമാൻഡൻ്റായിട്ട് പരമേശ്വരൻ നമ്പൂരി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ കണ്ണുരുട്ടും എന്താ ഞാൻ വേണ്ടാത്ത പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഒതുങ്ങും. അങ്ങനെ നിയന്ത്രണം എനിക്ക് മറ്റ് മിക്ക വേദികളിലും ഉണ്ടാവാറില്ല. ഇവിടെ ഞാൻ ഓണാട്ടുകരയിൽ പോയി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന സ്വാമിയെ കാണാനില്ല. ഞാൻ തിരിഞ്ഞു നോക്കി അയാളില്ല അവിടെ. അപ്പോൾ എനിക്ക് ഉറപ്പായി അയാൾ ഒരു അടി പ്രതീക്ഷിക്കുന്നുണ്ട്. അയാൾ നേരത്തെ കാറിൽ കയറി ആശ്രമത്തിലേക്ക് സ്ഥലം വിട്ടു എന്ന് മാത്രമല്ല, ഞാൻ പകുതി ആശ്രമത്തിലാണ് താമസിക്കുന്നത്. ഞാൻ പിന്നെ കടവ് കടക്കുമ്പോഴേ ഒരാളെന്നോട് പറഞ്ഞു, ഇതാ നിങ്ങളെപ്പറ്റി അവിടെ പോയിട്ട് അയാൾ വല്ലാണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. എന്താ അയാൾ പറഞ്ഞത്? ഈ വിദ്യാസാഗർ ഇവിടെ വന്നിട്ട് മുസ്ലിങ്ങളെ വല്ലാണ്ട് തെറി പറഞ്ഞു, അമ്മേ അവനെ നിയന്ത്രിക്കണം എന്ന് ആരാ പറഞ്ഞെന്നറിയാം? എന്നെ വിളിച്ചുകൊണ്ട് പോയ സ്വാമി എന്നെ. അങ്ങനെ അതൊക്കെ ഇവിടെ പറയും ഭഗവാൻ. അപ്പോൾ ഞാൻ ഈ ഭാഗവതം വായിക്കുമ്പോൾ എനിക്കിട്ട് സമാധാനം എന്താ അറിയോ? ഭഗവാൻ പോലും വലിയ പഴി കേട്ടു, പിന്നെ ഞാനാരാണ്? ഭഗവാൻ പോലും വലിയ പഴി കേട്ടു, അതാ രസം. അപ്പോൾ പിന്നെ എനിക്കൊരു പ്രയാസം, എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷമവുമില്ല. അതായി അങ്ങനെ ഒരു കടുത്ത മാനസികാവസ്ഥയുള്ള ആളായി മാറി. ഞാൻ അന്ന് രാത്രി ദർശനത്തിന് പോയില്ല. കാരണം അന്ന് രാത്രി അപ്പോഴേ ചെന്നാൽ അമ്മ ചിലപ്പോൾ എന്നെ പിടിച്ചടിക്കും. കാരണം അങ്ങനെയുള്ള ഇഞ്ചക്ഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കാരണം ആർക്കും അങ്ങനെ ഈ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്താലേ എല്ലാവർക്കും തോന്നുന്നു അത് ശരിയാണോ എന്ന്. അത് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിനും അങ്ങനെയുള്ള അമ്മായിയമ്മ മരുമകളുടെ പോരൊക്കെ ഉണ്ടാവണത്. മകൻ വരുമ്പോഴേ അമ്മായിയമ്മ ഓരോന്ന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി അന്ന് രാത്രി ഞാൻ പോയില്ല. പിറ്റേന്ന് ദർശനത്തിന് ഞാൻ ഒരു 11:30 മണിയായപ്പം അമ്മയെടുത്ത് പോയി. ഇപ്പം രംഗം ശാന്തമാണോ എന്ന് ഞാൻ വിഹക വീക്ഷണം മേലേന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ രംഗത്ത് പ്രശ്നമൊന്നുമില്ല, ദർശനം നടക്കുന്നുണ്ട്. അടുത്ത് ഈ സ്വാമിമാരൊക്കെ എല്ലാവരും പതിവില്ലാത്തവണ്ണം എല്ലാവരും ഇരിക്കുന്നുണ്ട്, ഈ ബലിക്ക് കാക്ക ഇരിക്കണ പോലെ എല്ലാവരും. അപ്പോൾ എന്താ ഇപ്പോൾ എല്ലാവരും ആശം. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ അവിടെ വരും എന്നുള്ളവർക്കറിയാം. അപ്പോൾ അടി പൊട്ടും, വഴക്കോ അടിയോ ഒക്കെ ഉണ്ടാവാം. എന്നെ നന്നായിട്ട് അമ്മ തെറി പറഞ്ഞ് ഓടിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ മെല്ലെ, യാദവർക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണെന്ന് തോന്നുന്നു. കാരണം യാദവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ പരസ്പരവും കുറ്റപ്പെടുത്തും. അവർ ഇപ്പോൾ ഇതിൽ തന്നെ ജാമ്പവാനും ഭഗവാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഈ ഭഗവാൻ ഗുഹയ്ക്കകത്തേക്ക് പോയി 12 ദിവസം അവരുടെ കാത്തു നിന്നു. പിന്നെ ഒരു വിചാരിച്ചാൽ എന്നാൽ ഭഗവാൻ മരിച്ചുണ്ടാക്കി പോയി. അവർ നല്ല അസല ടീമിനെയും കൂട്ടിയിട്ടാണ് ഭഗവാൻ പോയത്, അല്ലേ? നമ്മളൊക്കെ ആണെന്ന് വെച്ചാൽ ഒരു കൂട്ടുകാരൻ ഒരാളുടെ അടുത്തേക്ക് ആപത്തുപ്പെട്ട അവിടെ കാത്ത് കല്ലിയ ഗുഹയ്ക്കകത്ത് പോവും. ഇവർ പോയില്ല, ഇവർ നേരെ തിരിച്ചു പോയി. യാദവന്മാരാണെന്ന് തോന്നുന്നു കേരളത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവൻ. മിക്ക പേരും യാദവന്മാർ ഈ തീരത്താണ്. ഗുരുവായൂരപ്പൻ ഇവിടെ ഉള്ളതുകൊണ്ട് മിക്കവാറും ഇവിടെ ജനിച്ചിരിക്കാനാണ് സാധ്യത. അതിൽ മിക്ക ആളുകളും നമ്പൂരാരായിട്ട് ജനിച്ചിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നു. കാരണം ഐക്യമില്ലാത്ത സമൂഹങ്ങളെയൊക്കെ ഭഗവാൻ യാദവരിലൂടെ വരച്ച് കാട്ടിയിട്ടുണ്ട് ഈ വേദവ്യാസൻ. ഐക്യമില്ല, എല്ലാവരും അറിവാളികളാണ്, എല്ലാവരും വ്യക്തിപരമായിട്ട് നല്ലവരാണ്, കൂടുമ്പോൾ ഇമ്പമില്ലാത്തവരായി മാറി. ഹിന്ദുക്കളുടെ ഒരു പ്രശ്നം അത്. അപ്പോൾ ഏതായാലും ഞാൻ ഒരു അപകടം മണത്തു. എനിക്ക് എന്തായാലും വഴക്ക് നന്നായി കേൾക്കും. അമ്മ വഴക്ക് പറഞ്ഞാലൊരു കുഴപ്പം എന്താ വെച്ചാൽ കാളിയുടെ യുദ്ധം പോലെയാണ്. അതായത് മുമ്പിൽ നിൽക്കുന്ന ആൾ ആരാണോ അമ്മയുടെ വഴക്കിന് വിധേയനാവുന്നത് അവൻ സർവ്വനാടികളും തളർന്നാണ് അവിടെ നിൽക്കുക. അവന് പ്രതിരോധം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ ചെന്നു.
അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ഇവർ നേരത്തെ ദർശനത്തിൽ കൂട്ടിക്കൊണ്ട്, കാരണം വേഗം കിട്ടിക്കോട്ടെ വൈകണ്ട എന്ന് വെച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ അമ്മയുടെ അടുത്ത് മുട്ടുകുത്തി നിന്ന് ഞാൻ പറഞ്ഞു, ആദ്യമേ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അമ്മേ ഇന്നലെ ഒരു അബദ്ധം ചെയ്തു. അപ്പോൾ എന്താടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി എന്നൊരാൾ വന്നിട്ട് വളരെയധികം സത്യസായി ബാബയെ കുറ്റം പറഞ്ഞത്. അമ്മയെ പറഞ്ഞില്ല. അമ്മയെ കുറ്റം പറയുമ്പോൾ ആയിക്കോട്ടെ എന്നേ പറയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, സത്യസായി ബാബയെ വല്ലാതെ കുറ്റം പറഞ്ഞു. അമ്മ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ടാണ് സത്യസായി ബാബ, അങ്ങനെ കുറ്റം പറയാൻ പാടുണ്ടോ? അപ്പം അമ്മ പറഞ്ഞു, ആഹാ അങ്ങനെ പറഞ്ഞോ, അങ്ങേര് എത്ര മഹാസേവനങ്ങൾ ചെയ്ത ആളാണ്, അങ്ങനത്തെ ഒരു മഹാനെപ്പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്താ അവസ്ഥ, നീ മറുപടി കൊടുത്തില്ലേ നന്നായിട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി കൊടുത്തോന്നോ, എനിക്ക് പറ്റും പോലെ കൊടുത്തിട്ടുണ്ട് അമ്മയെ പറഞ്ഞു. അപ്പോൾ ഉടനെ അവിടെ നിന്നൊരു സ്വാമി ഇങ്ങനെ മേലെ തലപൊക്കിയിട്ട് അമ്മയോട്, അമ്മേ ഇന്നലെ വല്ലാതെ വിവാദമായി അവിടെ നിന്ന്, വിഷയം വലിയ ചൂട് പിടിച്ച വിവാദമായി. അപ്പോൾ ഉടനെ അദ്ദേഹത്തെ നോക്കി അമ്മ പറയാ, ഇവനെ എൻ്റെ വാളാണ്, ഞാൻ പറഞ്ഞാലേയും വിട്ടുള്ളൂ. ഓ എൻ്റെ അതുവരെ എൻ്റെ പ്രാണൻ തൃശങ്കൂലിങ്ങനെ നിൽക്കുകയായിരുന്നു, സമാധാനമായി. എൻ്റെ അമ്മ എന്നോട് പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, നീ എൻ്റെ വാളാണ്, നിൻ്റെ സ്വന്തമായി ഇച്ഛ കൊണ്ടല്ല നീ പറയുന്നത്, ഞാൻ പറഞ്ഞാലേ നീ പറയുള്ളൂ. അപ്പോൾ എനിക്ക് വലിയ അഭിമാനം, എന്താണ്, സ്വന്തമായി ഒരു അഹന്തയില്ലാത്തൊരു വസ്തു മാത്രമാണ് ഒരു വാള്. അപ്പോൾ ആ വാൾ വെട്ടണമെങ്കിൽ അത് പിടിച്ചിരിക്കുന്ന ദേവത വിചാരിക്കണം, എന്നാലേ വെട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വെട്ടുകൊണ്ടവരെല്ലാവരും തൃപ്തിപ്പെടുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാവൂ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇന്നും ആർക്കെങ്കിലും വെട്ടുകൊണ്ടാൽ അത് അവരവരുടെ കർമ്മഫലമായിട്ട് എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശരി, ഏതായാലും മനോഹരമായ ഒരു ഭാഗമാണിത്. ഇതിലൊരുപാട് പാഠങ്ങൾ ഇന്നത്തെ ലൗകിക ജനങ്ങൾക്ക് പഠിക്കാൻ. സ്വർണത്തിൻ്റെ ഇന്നത്തെ വില 1,25,000 ഇപ്പോൾ സൂര്യനെ ഉപാസിച്ചിട്ട് നിത്യേന സൂര്യോപാസന ബ്രാഹ്മണർക്ക് വിധിക്കപ്പെട്ട ഉപാസനയാണ്, പ്രധാനപ്പെട്ട ഉപാസനയാണ്. തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് എന്ന മന്ത്രം കൊണ്ട് നിരന്തരം ഒരു ബ്രാഹ്മണൻ നിത്യേന എന്നോണം ത്രികാലങ്ങളിൽ സവിതാവിനെ പൂജിച്ച് ഉപാസിച്ചു കൊള്ളണം എന്നാണ്. എന്നാൽ ബ്രാഹ്മണർ സവിതാവിനെ പൂജിച്ച് ഉപാസിക്കുന്നത് അർത്ഥലാഭത്തിന് വേണ്ടിയല്ല, ബ്രഹ്മവർച്ചസ്സത്തിന് വേണ്ടിയിട്ടാണ്. അവനവൻ്റെ ചിത്തം ശുദ്ധമാവണം, മോക്ഷത്തിന് ഗതി ഉണ്ടാവണം എന്ന അർത്ഥത്തിലാണ്. എന്നാൽ യാദവനായിരിക്കുന്ന സത്രാജിത്ത് ചെയ്തത് അങ്ങനെയല്ല. സത്രാജിത്ത് സൂര്യനെ ഉപാസിച്ച്, സൂര്യന് ഒരു മന്ത്രമല്ല ഉള്ളത്, സൂര്യന് എൻ്റെ അറിവിൽ 26 മന്ത്രങ്ങൾ സൂര്യന് ഉപയോഗിക്കുന്നുണ്ട്. അതിലേതോ ഒരു മന്ത്രം, ഏത് മന്ത്രം എന്നിവിടെ പറഞ്ഞാൽ പിന്നെ എല്ലാവരും ഗായത്രി വരെ ഉപേക്ഷിച്ച് ആ മന്ത്രം ജപിക്കുള്ളൂ. കാരണം അതുകൊണ്ട് ഗുണമുണ്ട്. എന്താ ഗുണം എന്ന് കേട്ടോളൂ. സൂര്യനെ ആ മന്ത്രം കൊണ്ട് ഉപാസിച്ച് സിദ്ധി വരുത്തി കഴിഞ്ഞാൽ സൂര്യൻ ഒരു രത്നം അവന് കൊടുക്കും. മണി എന്ന് പറഞ്ഞാൽ രത്നം എന്നാണ് അർത്ഥം. മണി അടിക്കുക, ആ മണി വേറെ, അത് മലയാള മണിയാണ്. ഇത് അയാളെ അവരെ മണി അടിച്ച് കുറച്ച് സ്വാധീനം, ആ മണി വേറെ. ഇത് സംസ്കൃതത്തിൽ മണി എന്ന് പറഞ്ഞാൽ രത്നം എന്നാണ് അർത്ഥം, പ്രകാശിക്കുന്നതാണ്. ഈ രത്നം സൂര്യൻ സത്രാജിത്തിന് കൊടുത്തു. എന്താണ് അതിൻ്റെ കൂടെ ഒരു വരവും കൊടുത്തു. എന്താണ്, ഈ രത്നം നീ വിധിയാൻ വണ്ണം ബ്രാഹ്മണരെ കൊണ്ട് നിൻ്റെ ഇല്ലത്ത് അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വെച്ച് ഭംഗിയായി പൂജ കഴിച്ചാൽ എല്ലാ ദിവസവും ഇത് ഒരു ഭാരം സ്വർണം തരും. ശരി, എത്ര പവനാന്ന് പറയാൻ വയ്യ. അത് ശ്രീധരസ്വാമി പറയുന്നുണ്ട്, ഒരു പലം എന്ന് പറഞ്ഞാൽ ഒരു പിടിയാണ്, ഇങ്ങനെ വാരി ഒരു പിടി, അരിമണി ഇങ്ങനെ ഒരു പിടി, അത് ഒരു പലമാണ്. അങ്ങനെ എത്രയോ പലങ്ങൾ ചേർന്നാണ് ഒരു തുലാം വരുന്നത്. 20 തുലാമാണ് ഒരു ഭാരം എന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ എത്രയോ പവൻ, ചിന്തിക്കാൻ പറ്റില്ല. സ്വർണം അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ആ രത്നത്തിൽ നിന്ന് സ്വർണം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഈ മന്ത്രം പറയാത്ത എത്ര, ആ മന്ത്രം എനിക്കറിയാം കേട്ടോ, രഹസ്യമായിട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാം. എനിക്ക് ആ ഫാൻസ് കൂടും. അപ്പം അങ്ങനെയൊക്കെ ഫാൻസിനെ കൂട്ടാൻ പറ്റുള്ളൂ. എനിക്ക് ആ മന്ത്രം അറിയാം, എനിക്ക് ഈ മന്ത്രം അറിയാം, എനിക്ക് യക്ഷിയുടെ മന്ത്രം അറിയാം, എനിക്ക് പക്ഷിയുടെ മന്ത്രം അറിയാം എന്നൊക്കെ പറഞ്ഞാലേ ഉള്ളൂ ആൾക്കാർ കൂടുക. ഗായത്രിയൊക്കെ ആർക്കാ വേണ്ട? ചിത്തശുദ്ധി ആർക്കും വേണ്ടാത്തൊരു സാധനം കലിയുഗത്തിൽ ചിത്തശുദ്ധി മാത്രമേ ഉള്ളൂ. ബാക്കി എന്താ ഈ മന്ത്രം കൊണ്ട് ഗുണം എന്ന് വെച്ചാൽ ചിത്തശുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, അയ്യോ അതൊക്കെ ആർക്ക് വേണം, ഞാൻ ഓൾറെഡി ശുദ്ധനാണ് അല്ലേ, ഞാൻ ഓൾറെഡി ബ്രഹ്മാവിനെ പോലെയാണ്, പിന്നെ എനിക്കെന്തിനാണ് ചിത്തശുദ്ധി? അതുകൊണ്ട് എനിക്ക് ഗായത്രി ഒന്നും വേണ്ട, കൃഷ്ണമന്ത്രം തീരെയും വേണ്ട. കാരണം കൃഷ്ണമന്ത്രം കൊണ്ട് പൂന്താനത്തിനെ പോലെയൊക്കെ ആയി പോയാലോ എന്നൊരു പേടി ഉള്ളതുകൊണ്ട് അധികം പേരും കൃഷ്ണമന്ത്രവും വേണ്ട. എല്ലാവർക്കും വേണ്ട മന്ത്രമാണ് ആര് ജപിച്ചത്? സത്രാജിത്ത് ജപിച്ചത്. അപ്പോൾ ശുഖബ്രഹ്മർഷി ചോദിക്കുകയാണ്, സത്രാജിത കിമകരോത്, ഈ സത്രാജിത്ത് ഇങ്ങനെ പശ്ചാത്താപ വിവശനാവാൻ എന്താ കാരണം? സത്രാജിത്തിന് എന്തിനാണ് ഇത്രയും പശ്ചാത്താപം? അയാൾ എന്തിനാണ് വിഷമിക്കുന്നത്? എന്തിനാണ് അയാൾ ഭഗവാനോട് മാപ്പിരക്കുന്നത്? എന്താണ് അയാളുടെ ഈ ഒരു ദുഃഖത്തിന് കാരണം
എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഈ സ്യമന്തകോപാഖ്യാനം തുടങ്ങുന്നത്. 56-ാമത്തെ ഭാഗമാണ്. ദശമസ്കന്ധത്തിൻ്റെ പൂർവാർത്ഥത്തിൽ 56-ാമത്തെ അധ്യായമായിട്ട് വരുന്നതാണിത്. ഇവിടെ സത്രാജിത്ത് മുമ്പൊരിക്കൽ ഈ രത്നവും കൊണ്ട് ഭഗവാന്റെ അടുത്ത് വന്നു. അപ്പോൾ ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ എല്ലാവരും സത്രാജിത്തിനെ നോക്കി നിൽക്കുകയാണ്. കാരണം സത്രാജിത്തിൻ്റെ കയ്യിൽ തിളങ്ങുന്ന സൂര്യനെപ്പോലെ പ്രകാശിക്കുന്ന രത്നമുണ്ട്. അത് അയാൾ കഴുത്തിൽ കെട്ടിയിട്ടാണ് നടക്കുന്നത്. അന്നത്തെ ഫാഷൻ അങ്ങനെയാണ്. അയാൾ കഴുത്തിലെ വലിയ രത്നം ധരിച്ചിട്ട് ആണ് നടക്കുന്നത്. ആ ഒരു കാഴ്ച കാണാൻ തന്നെ യാദവർ തടിച്ചു കൂടുകയാണ്. കാരണം അയാൾ ധനികനായി മാറി. കാരണം ദിവസവും ഒരു ഭാരം സ്വർണം കയ്യിൽ വരിക വെച്ചാൽ അയാൾ ഇന്ന് ആരെയും ഉപമിക്കാൻ പറ്റില്ല. യൂസഫ് അലിയും അല്ല, അതിൻ്റെ അപ്പുറമാണ്. കാരണം ദിവസവും ഒരു ഭാരം സ്വർണം വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അയാൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ജൂവലറി ഉടമയായി തീരും അന്നത്തെ കാലത്ത്. അപ്പോൾ അയാളെ കാണാൻ ഇപ്പോൾ ധനികൻ്റെ പിന്നാലെ ആൾ കൂടും. ഇപ്പോൾ ഞാനിവിടെ നിന്ന് പ്രഭാഷണം നടത്തുകയാണ്. ഇവിടേക്ക് ധനികനായ ഒരാൾ പെട്ടെന്ന് കയറി വരാൻ, പ്രശസ്തനും ധനികനുമായ ഒരാൾ വന്നാൽ അധികം പേരും അങ്ങോട്ട് പോകാൻ സാധ്യത കൂടുതൽ. ഇവിടെ വന്നാൽ പോകുന്നറിയില്ല, ഇത് ഭാഗവത സത്രവേദി ആയതുകൊണ്ട്. പക്ഷേ മിക്കവാറും അതിനാണ് സാധ്യത. കാരണം പ്രശസ്തിയും പണവുമാണ് ലോകത്ത് ജനങ്ങളെ വല്ലാതെ ആകർഷിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരികയാണ്. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഭക്തന്മാരിങ്ങനെ ദിവസവും ഭഗവാൻ രാവിലെ വന്ന് അവിടെ ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ചാരിയിരിക്കും. അപ്പോൾ കുറേ ഭക്തന്മാർ ചുറ്റിലും പല സംശയങ്ങളും ചോദിച്ചുകൊണ്ട് പലരും വരും. അപ്പോൾ ഒരു ദിവസം ഭഗവാന്റെ അനുചരനായ കൃഷ്ണസ്വാമി ഒരു ചോദ്യം ചോദിച്ചു രാവിലെ. ഭഗവാനെ, എന്താണ് മായ? ഈ മായ എങ്ങനെയാണ് മനുഷ്യനെ വശീകരിക്കുന്നത്? ഭഗവാൻ അയാളെ ഇങ്ങനെ നോക്കുക മാത്രം ചെയ്തു. ഒരു ഉത്തരവും പറഞ്ഞില്ല, മിണ്ടിയില്ല. ഗുരു ഒരു കാര്യത്തിന് ഉത്തരം പറയാതിരുന്നാൽ അതിൻ്റെ അർത്ഥം ആ ഉത്തരം അനുഭവമായിട്ട് വരുന്നുണ്ട് എന്നാണ്. ഗുരു ഒരു ചോദ്യത്തിന് ഉത്തരം പറയാതിരുന്നാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അനുഭവം വരുന്നുണ്ട്, നീ താനെ പഠിച്ചോളും എന്നാണ്. അല്ലാതെ ഗുരുവിന് അറിയില്ല എന്നൊരർത്ഥം അതിനില്ല. ഗുരു ചിന്തിക്കുന്നത് പ്രകൃതി ഇവനെ പഠിപ്പിച്ചാൽ അത് നന്നായിട്ട് ഇവനും മനസ്സിലാവും, മറക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പണ്ട് സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ 1-2 ചാടിക്കളിക്കായിരുന്നു. പണ്ടേ ഒരു വാനരപ്രകൃതി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിലേ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല. എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ 1-2 ഇങ്ങനെ ചാടി കുരങ്ങനെ അവർ കളിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു, അടങ്ങിയിരിക്കേ എന്ന് പറഞ്ഞു. അടങ്ങിയിരിക്കേ. ഇപ്പോൾ 2 തവണ അച്ഛൻ അടങ്ങിയിരിക്കുക പറഞ്ഞിട്ട് ഞാൻ അടങ്ങിയിരുന്നില്ല. കാരണം അച്ഛൻ്റെ പ്രായമല്ലല്ലോ എൻ്റേത്. എനിക്ക് കളിക്കുമ്പോൾ ഒരു രസം. എന്തിനു പറയുന്നു, അധികം വൈകാതെ തന്നെ ഞാൻ അവിടുന്ന് കാല് തെറ്റി വീണ് താടി കൊണ്ടുപോയിട്ട് അടിച്ചു. താടി പൊട്ടാത്ത കുട്ടികളല്ല എന്നും ഒരു ചൊല്ല് അക്കാലത്തുണ്ടായിരുന്നു. മിക്ക കുട്ടികൾക്കും ഇവിടെ ഒരു സ്റ്റിച്ചിട്ട പാടിന് എനിക്കുണ്ട്, താടി കൊണ്ട് കാണാത്തതാണ്. അപ്പോൾ അനുഭവത്തിൽ ഞാൻ പഠിച്ചു, ഇങ്ങനെ ചാടിക്കളിച്ചാൽ എന്തുണ്ടാവും, താടിയുടെ മൂട് പൊട്ടും എന്നുള്ളത് വേദനയോടുകൂടി ഞാൻ മനസ്സിലാക്കി. ഇതുപോലെയാണ് ഗുരുക്കന്മാർ പല കാര്യങ്ങളും അരുതേ എന്ന് പറയുന്നത്. അവർക്കിപ്പോൾ എന്തെങ്കിലും സ്വാർത്ഥം ഉണ്ടായിട്ടല്ല, അനുഭവം വരാനിരിക്കുന്നുണ്ട്, വേണ്ടെങ്കിൽ അടങ്ങിക്കോളാൻ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇതുപോലെ രമണ മഹർഷിയും പറഞ്ഞു, മായ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ കൃഷ്ണസ്വാമി വിചാരിച്ചു എന്താണോ ഭഗവാനൊന്നും മറുപടി പറയാത്തതെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആശ്രമത്തിൻ്റെ ഗേറ്റ് കടന്നിട്ട് വലിയ കാറുകൾ കാറുകൾ വരുന്നു. അതുപോലെ കുറേ പിന്നെ പട്ടാളക്കാരും പോലീസുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അന്നത്തെ പ്രസിഡൻറ്റ് വരികയാണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വെറും പ്രസിഡൻ്റല്ല, വലിയ വിദ്വാനാണ്, വലിയ പണ്ഡിതനാണ്. അന്നത്തെ കാലത്ത് ഓൾ ഇന്ത്യ റേഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാതുകൂർപ്പ് ചെയ്യും, അത്രയും അറിവുള്ള ആളാണ് എന്നാണ് അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വ്യാഖ്യാനം അന്ന് കാലത്തുണ്ടായത്. ഇന്ന് പിന്നെ വേറെ വ്യാഖ്യാനം വന്നു അദ്ദേഹത്തെപ്പറ്റി. ഏതോ ശിഷ്യൻ്റെ ഡോക്ടറൽ തീസിസ് മോഷ്ടിച്ചു എന്നൊക്കെ അയാൾക്കും അപവാദം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോട്ടെ. എന്തായാലും ഭഗവാൻ രമണ മഹർഷിയെ കാണാൻ വേണ്ടിയിട്ട് പ്രസിഡൻറ്റ് വരികയാണ്. അപ്പോൾ അതുവരെ അവിടെ ഭഗവാന്റെ മുമ്പിൽ ഗംഭീര ധ്യാനത്തിൽ ആണ്ടിരുന്ന ആളുകളൊക്കെ കാണാനില്ല. പ്രസിഡൻറ്റിനെ വരവേൽക്കാൻ എല്ലാവരും പോയി. കൃഷ്ണസ്വാമിയും ഭഗവാനും മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ സൂര്യനാഗമ്മയും മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് പ്രസിഡൻറ്റ് കാണാൻ വന്നു, നമസ്കരിച്ചു. പ്രസിഡൻറ്റ് 1 മണിക്കൂർ മൗനമായിട്ട് ഭഗവാന്റെ സമീപത്തിരുന്ന് ജപിച്ചു, കണ്ണടച്ച് ജപിച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്, അടങ്ങിയിരിക്കുകയാണ്. പ്രസിഡൻറ്റ് ഇരിക്കുകയല്ലേ, അതുകൊണ്ട് എല്ലാവരും അടങ്ങിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് ഭഗവാനെ നമസ്കരിച്ച് ഒന്നും പറഞ്ഞില്ല, തിരിച്ചുപോയി. പോയപ്പോൾ കാറ്റിൻ്റെ പിന്നാലെ കരിയില പോകുന്നത് പോലെ ഈ ഭക്തന്മാരെല്ലാവരും എഴുതിയിട്ട് അങ്ങോട്ട് പോയി. ആരെ പിന്നാലെ? പ്രസിഡൻറ്റിൻ്റെ പിന്നാലെ പോയി. ഉടനെ ഭഗവാൻ തിരിഞ്ഞു നോക്കിയിട്ട്,
എന്താ കൃഷ്ണസ്വാമി മനസ്സിലായോ? ഇതാണ് മായ. എന്താണ്? ആകർഷിക്കുന്ന വസ്തുക്കളുടെ പിന്നാലെയുള്ള ഓട്ടത്തിൻ്റെ ഒരു പേരാണ് മായ. അപ്പോൾ ഭൂമി അക്കാലത്തൊക്കെ ഇതുപോലെ ഇത്രയും ആകർഷിക്കുന്ന വസ്തുക്കളില്ലെങ്കിലും പ്രകൃതി ദൃശ്യങ്ങളും ലൈംഗികതയും ഒക്കെ എല്ലാ കാലത്തും മനുഷ്യനോടൊപ്പം ഉണ്ട്. അക്കാലത്ത് മനുഷ്യൻ എല്ലാറ്റിലും രമിച്ചിരുന്ന സാധാരണ വിദ്യാഭ്യാസമില്ലാത്ത ഗോപികമാരടക്കം അവർക്ക് വെണ്ണയുണ്ടാക്കി വിൽക്കുക, തൈരുണ്ടാക്കി വിൽക്കുക, പാൽ കൊടുക്കുക, അങ്ങനത്തെ ജോലിയൊക്കെയാണ്. ചെറിയ ചെറിയ മീൻ വർക്ക്സാണ്. ആ സമയത്ത് ആണ് അവരുടെ നടുവിൽ യാദവന്മാരുടെ ഉള്ളിൽ യാദവ ഗൂഢം എന്നാണ്, യാദവന്മാരുടെ ഉള്ളിൽ ഒളിച്ച് ഇരുന്ന രത്നം പോലെ ആരവതരിച്ചത്? ഭഗവാൻ അവിടെ വന്നത്, ശ്രീകൃഷ്ണൻ. അപ്പം മായ ഒരു ആകർഷണമാണ്. അതിന് നേരെ വിപരീതമായ ഒരു ആകർഷണത്തിൻ്റെ പേരാണെന്ത്? കൃഷ്ണൻ. കർഷയതീതി കൃഷ്ണ എന്നാണ് ശബ്ദത്തിൻ്റെ വ്യുത്പത്തി. എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നത് കൊണ്ട് ഇവൻ്റെ പേര് കൃഷ്ണൻ. എന്തിൽ നിന്നാണ് ഇവൻ ആകർഷിക്കുന്നത്? അതാ മനസ്സിലായിട്ടില്ല. അതാണ് ആൾക്കാർ ഓടുന്നത്. എല്ലാറ്റിനെയും ആകർഷിക്കുന്ന മഹാമായയാണെങ്കിൽ അതിന് വിപരീതമായ ദൈവീശക്തിയാണ് കൃഷ്ണൻ. അപ്പോൾ ലോകമെല്ലാം മായയുടെ പിന്നാലെ പോകുമ്പോൾ അതിന് നടുവിൽ ഈ ലോകത്ത് കാണാവുന്ന എല്ലാ വസ്തുക്കളെക്കാളും ആകർഷണീയതയും സൗന്ദര്യവുമുള്ള ഒരു വസ്തു വേണമല്ലോ. അങ്ങനെ ലോകത്തെ ലൗകിക വൃത്തിയിൽ നിന്നും തിരിച്ച് നിവൃത്തി വരുത്താൻ, ഉപരതി വരുത്താൻ വേണ്ടി അവതരിച്ച ഒരു പക്ഷേ ഒരേ ഒരു അവതാരമാണ് ശ്രീകൃഷ്ണൻ. കാരണം ബാക്കി അവതാരങ്ങളെല്ലാം തന്നെയും ഭൗതികം കൊടുത്തുകൊണ്ടാണ് അനുഗ്രഹിക്കുന്നത്. ഇവിടെ അതൊന്നും, ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഇല്ല. ഊണ് കൊടുക്കുന്ന പരിപാടി അല്ലെങ്കിൽ പിന്നെ രത്നം കൊടുക്കുന്ന പരിപാടി, ഈ പരിപാടികളൊന്നും തന്നെയും അവിടെ ഇല്ല. ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്തുമാത്രമാണ്? പ്യുവർ സ്പിരിച്വാലിറ്റി, ശുദ്ധമായ ആധ്യാത്മികത മാത്രമാണ്. അപ്പോൾ കൃഷ്ണനെ ഉപാസിക്കുന്നവരുടെ ശ്രദ്ധ കൃഷ്ണനല്ലാതെ മറ്റൊരു വസ്തുവിലേക്ക് തിരിഞ്ഞാൽ വേദനിപ്പിച്ചിട്ടാണെങ്കിലും ശരി അവനെ കൃഷ്ണന് മുമ്പിൽ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യിക്കും. അപ്പം മായയ്ക്ക് അധീശൻ മഹേശൻ, മഹാമായയ്ക്ക് അധീനൻ മനുഷ്യൻ എന്ന് അമ്മയുടെ ആശ്രമത്തിൽ അമ്മയുടെ ഉപദേശത്തെ കാവ്യരൂപേണ തുര്യാമൃതാനന്ദ ഒരു സ്വാമി എഴുതിയിട്ടുണ്ട്. മായയ്ക്ക് അധീശൻ മഹേശൻ, മഹാമായയ്ക്ക് അധീനൻ മനുഷ്യൻ. ശിവൻ മായയ്ക്ക് അധീശനാണ്, എന്നാൽ ആ മഹാമായയ്ക്ക് അധീനന്മാരാണ്, അടിമകളാണ് മനുഷ്യരെല്ലാവരും. അപ്പോൾ മനുഷ്യരെ മായാമോഹത്തിൽ നിന്ന് തന്നിലേക്ക് തിരിച്ച് ആകർഷിപ്പിക്കാനുള്ള തിരിച്ചു വെച്ചിരിക്കുന്ന കാന്തമാണ് കൃഷ്ണൻ. അപ്പം അതുകൊണ്ട് ആ കൃഷ്ണൻ്റെ കഥയാണിത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് സത്രാജിത്ത് ഇങ്ങനെ കരയാൻ കാരണം? സത്രാജിത കിം അകരോത്, കിം കിൽബിഷം അകരോത്. അവൻ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? എന്തിനാ അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ എന്താണ് തെറ്റ് ചെയ്തത്? ഒരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. എന്താ അറിയോ? ഈ മുമ്പൊരു കാലത്ത് ഇവൻ ഇതും അലങ്കരിച്ചിട്ട്, ഈ രത്നവും അലങ്കരിച്ച്, സൂര്യൻ കൊടുത്തിട്ടുള്ള രത്നം അലങ്കരിച്ച് അവിടെ എത്തിയപ്പോൾ മുമ്പ് ഭഗവാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു. യാദവന്മാരുടെ രാജാവായിരിക്കുന്ന ഉഗ്രസേനന് ഈ രത്നം കൊടുക്കാമോ? കാരണം രാജ്യത്തിൻ്റെ അധിപതിയായ രാജാവിൻ്റെ കയ്യിൽ രത്നം ഇരുന്നാൽ അത് രാജ്യത്തിൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ആ രാജ്യത്തിന് എന്തുണ്ടാവും? അത്രയും സ്വർണം കിട്ടും, രാജ്യം പ്രവൃദ്ധമാവും, യാദവ കുലം ശ്രേഷ്ഠമാവും. പക്ഷേ ഇവൻ കൊടുത്തില്ല. ഇവൻ കൊടുത്തില്ല എന്നുള്ളത് കുഴപ്പമില്ല. ഒരാളോട് ചോദിച്ചു, എടോ ആ പെൻ എനിക്ക് തരുമോ ചോദിച്ചാൽ ഇല്ലയെന്നോ തരാമെന്നോ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, അതൊരു മറുപടിയാണ്, അത് ബഹുമാനമാണ്. ഇല്ലയെന്ന് പറഞ്ഞാൽ ബഹുമാനമാണ്. എന്താ വെച്ചാൽ ഒരു മറുപടി കൊടുത്തു. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ യാചിച്ചു എന്നാണ് ഭാഗവതം പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാൽ പരമശക്തിയായിരിക്കുന്ന മഹാലക്ഷ്മീപതിയായിരിക്കുന്ന ഭഗവാൻ, ലക്ഷ്മീപതിയായിരിക്കുന്ന ഭഗവാന് ഒരു ഫലം സ്വർണ്ണമൊന്നും ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ തൻ്റെ രാജ്യവും യാദവ കുലവും ശ്രേഷ്ഠമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് സത്രാജിത്തിനോട് ഭഗവാൻ യാചിച്ചു. എന്ത്? ഈ രത്നം രാജാവായിരിക്കുന്ന ഉഗ്രസേനന് കൊടുക്കുമോ എന്ന് യാചിച്ചു. അപ്പോൾ ഈ സത്രാജിത്ത് ഇത്തിരി ഒരു അല്പനാണ്, ഉള്ളത് തുറന്നു പറയട്ടെ. അയാൾക്ക് എന്തു പറയായിരുന്നു? അയ്യോ ഭഗവാൻ, ഇതെനിക്ക് സൂര്യദേവൻ തന്നാണ്, ഇതെനിക്ക് തരാൻ പറ്റില്ല, ദിസ് ഇസ് മൈ പേഴ്സണൽ പ്രോപ്പർട്ടി, ഐ കാൺ ഷെയർ ഇറ്റ് വിത്ത് യു എന്ന് പറഞ്ഞാൽ മതി. ഒരു മറുപടി ഇവൻ പറഞ്ഞില്ല. അങ്ങനെ ചില വിദ്വാന്മാരുണ്ട്. ഒരു മറുപടി ഒരാൾക്ക് കൊടുക്കാതിരുന്നാൽ പ്രകൃതി ക്ഷോഭിക്കും. നിങ്ങൾക്ക് യെസ് ഓർ നോ പറയാം, ഇല്ല ഉണ്ട് എന്ന് പറയാം. മറുപടി പറയാതിരിക്കും, അത് സൂത്രവിദ്യയാണ്. അതും ആരോടെടുത്തു അത് ആ സൂത്രവിദ്യ? സാക്ഷാൽ ഭഗവാനോട് പറഞ്ഞെന്ത്? ഒന്നും മിണ്ടാണ്ട് അയാൾ നല്ല മണി എന്നുകൊണ്ട് പോയി, മിണ്ടിയില്ല ഭഗവാനോട്. ഭഗവാനോട് വേണമെങ്കിൽ പറയാം, ഭഗവാനെ ഞാനിത് കഷ്ടപ്പെട്ട് എത്രയോ കാലം ജപിച്ച് നേടിയതാണ്, ഇത് തരാൻ പറ്റില്ല എന്ന് പറയാം, അല്ലെങ്കിൽ തരാമെന്ന് പറയാം. രണ്ടും പറയാതെ ഇവൻ എന്ത് ചെയ്തു? ഇവൻ അവിടുന്ന് മുങ്ങി. ഭഗവാന്റെ മുമ്പിൽ നിന്ന് ചിരിച്ചുകൊണ്ട്, ഓ കേൾക്കാത്ത പോലെ. ചില മുഖ്യമന്ത്രിമാരോടൊക്കെ പത്രക്കാർ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ എനക്കറിയില്ല എന്നാ പറയുക. അതൊരു മറുപടിയല്ല. അറിയില്ല എന്നൊരു മറുപടി ഉണ്ടോ? അല്ലെങ്കിൽ അത് ചിലപ്പോൾ കേൾക്കാത്ത പോലെ പോയി കളയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഈ സത്രാജിത്ത് എന്ത് ചെയ്തു? ഞാൻ കഷ്ടപ്പെട്ട് നേടിയ സാധനമല്ലേ, എങ്ങനെ ഇയാൾക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് മെല്ലെ അയാളെ സ്വന്തം വീട്ടിലേക്ക് മിണ്ടാതെ പോയി. ഒരു മറുപടിയും സാക്ഷാൽ ഭഗവാൻ യാചിച്ചിട്ട്
കൊടുത്തില്ല, മറുപടിയും കൊടുത്തില്ല, മന്ത്രവും കൊടുത്തില്ല, മണിയും കൊടുത്തില്ല, തിരിച്ചുപോയി. അപ്പോൾ ഈ ഭഗവാൻ ശ്രീകൃഷ്ണനോട് എന്തെങ്കിലും പറയുമ്പോൾ വളരെ ജാഗ്രത വേണം. കാരണം ഈ കേൾക്കുന്ന ആൾ ആരാണ്? ഈ സകല ജഗത്പതിയാണ്, ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന, സൃഷ്ടിച്ചു പെറ്റുപോറ്റുന്ന മഹാവിഷ്ണുവിൻ്റെ മഹാമായ തന്നെയാണത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അതുകൊണ്ട് മര്യാദയ്ക്കല്ലെങ്കിൽ പാഠം പഠിപ്പിക്കുക. ഏതൊരു സിനിമയിൽ ശങ്കരാടി പറയുന്നുണ്ട്, നീ പോയി വകതിരിവ് പഠിച്ചിട്ട് വരാൻ. അതുപോലെ സത്രാജിതനെ വകതിരിവ് പഠിക്കാൻ വിട്ടതാണ് ആര്? കൃഷ്ണൻ. കൃഷ്ണനൊന്നും പറഞ്ഞില്ല, കൃഷ്ണൻ ഇൻസൾട്ടായിട്ടൊന്നുമില്ല, മിണ്ടിയില്ല. അപ്പോൾ ഒരു ഗുരു മിണ്ടാതിരുന്നാൽ അതും പ്രശ്നമാണ്. പ്രകൃതിയെ ഏൽപ്പിക്കുക അത് അപ്പം തന്നെ. മഹാമായേ ദുർഗേ, നീ തന്നെ ഇത് കൈകാര്യം ചെയ്തോളൂ എന്ന് പറയും. ഉടനെ സത്രാജിത്ത് പോയിട്ട് വെറുതെ പോയില്ല. സത്രാജിത്ത് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ രമിച്ചിരിക്കുമ്പോഴാണ് പിന്നെ പ്രസേനനൊരാഗ്രഹം. എന്ത്? ഇതൊന്ന് കാട്ടിൽ വേട്ടയ്ക്ക് പോകുമ്പോഴേ ഇതൊന്ന് കഴുത്തിലിട്ടാൽ മൃഗങ്ങളിത് കണ്ട് പേടിച്ച് സ്തംഭിച്ച്, ഇതെന്താണ് ഈ വെളിച്ചം വരുന്ന സാധനം എന്ന് കണ്ടിട്ട് പേടിച്ച് നിന്നോളും. അന്ന് ടോർച്ചൊന്നുമില്ല, ഞെക്കി വിളക്കൊന്നുമില്ല. അന്ന് ഇവൻ്റെ അടുത്ത് ഈ സാധനമുള്ളൂ, ഇരുട്ടത്ത് പോകാനുള്ള ഈ യന്ത്രം. ഇതങ്ങോട്ട് വെച്ചാൽ ആ ചുറ്റുപാട് മുഴുവൻ പ്രകാശമായി. ഇത് കണ്ടാൽ സിംഹം വരെ പേടിച്ച് നിൽക്കും എന്ന് ഇവൻ കരുതി. അപ്പോൾ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ അനിയനായതുകൊണ്ട് കൃഷ്ണൻ യാചിച്ചപ്പോൾ കൊടുത്തില്ല. അനിയൻ ചോദിച്ചപ്പോൾ ഇതാ കൊണ്ടുപോയിക്കോളൂ കഴുത്തിലിട്ട് കൊടുത്തു. ഇവൻ ഇതുകൊണ്ട് കുതിരപ്പുറത്ത് വേട്ടയ്ക്ക് പോയി. വേട്ടയ്ക്ക് പോയ ഇവനൊരു സിംഹവുമായിട്ട് എൻകൗണ്ടർ വന്നു. സിംഹം വെളിച്ചം കണ്ടു. സിംഹം വിചാരിച്ചെന്തറിയോ? ഇതിവൻ്റെ നെഞ്ചത്തൊരു വലിയ മാംസക്കഷ്ണം തൂക്കിയിരിക്കുന്ന ആ സിംഹം വിചാരിച്ചു. അത്ര ബുദ്ധി അതിനുള്ളൂ. വലിയൊരു റാത്തൽ മാംസക്കഷ്ണമാണിത്, അതിൽ നിന്നാണ് ഈ പ്രകാശം വരുന്നിച്ചിട്ട് മാംസക്കഷ്ണമാണെന്ന് വെച്ച് ചാടി ഒരു അടിയും കൊടുത്തപ്പോഴേക്ക് അവൻ്റെ കാറ്റ് പോയി. അവൻ കുതിരയും കൊന്നു സിംഹം. കുതിരയും പിന്നെ ഈ പ്രസേനയും കൊന്നിട്ട് ഈ സിംഹം ഈ രത്നം മാംസമാണെന്ന് വെച്ചിട്ട്, അപ്പോൾ വലിയ രത്നം എന്നർത്ഥം. അത് ചുവന്ന രത്നവുമാണ്. മാംസം തോന്നിക്കണേ ചുവന്ന രത്നമായിരിക്കണമല്ലോ. കടിച്ചുകൊണ്ട് ഈ സിംഹം ഒരു വലിയ ഗുഹയ്ക്കകത്തെ, മലമുകളിലൊരു ഗുഹയ്ക്കകത്തേക്ക് പോയി. ഗുഹ എന്ന് പറഞ്ഞാൽ കോരിട്ടുള്ള ഗുഹയാണ്. ഗുഹയിൽ ഇങ്ങനെ തിളങ്ങണ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വെളിച്ചം വരികയാണ്. ഇത് കണ്ടപ്പോൾ അതിൻ്റെ അകത്താണ് ആര്? റിക്ഷ എന്നാണ് പറയുന്നത്. റിക്ഷ എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷയല്ല. ഓട്ടോറിക്ഷക്കാരുടെ സ്വഭാവമാണ് ഇതിൽ ജാമ്പവൻ കാണിക്കുന്നത്. റിക്ഷ എന്ന് പറഞ്ഞാൽ കരടി എന്നാണ് ശരിക്കും അർത്ഥം. ഇപ്പോൾ ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും നല്ല ഓട്ടോറിക്ഷക്കാരുള്ളതെന്നൊരു വിഖ്യാതി, ഞങ്ങൾക്ക് ഖ്യാതിയുണ്ട്, ഉണ്ടായിരുന്നു. എൻ്റെ അറിവിൽ ഒരു 10-15 കൊല്ലം മുമ്പായിരുന്നു അത്. ഇപ്പോൾ ഞങ്ങൾ അവിടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി ഓട്ടോറിക്ഷ ചെന്നാൽ അയാൾ ജാതകം വരെ ചോദിക്കും. നാളെന്താ, നക്ഷത്രം എന്താ, ഏത് തുലാം രാശിയാണോ വൃശ്ചിരാശിയാണോ, ഇദ്ദേഹത്തെ എവിടെയൊക്കെ പിന്നെ മറുകുണ്ട്, ഇതൊക്കെ കാണിച്ച് എങ്ങോട്ടാണ് പോകണത്? ഇത് തളി അമ്പലത്തിൻ്റെ അടുത്തേക്കാണ്. തളിയിലൊന്നും പോയാൽ തിരിച്ച് ഓട്ടം കിട്ടില്ല സ്വാമി. ഇവർക്ക് എപ്പോഴും തിരിച്ച് ഓട്ടം കിട്ടണം. അങ്ങോട്ടേക്കുള്ള പൈസ തൃപ്തി, അതെന്താണെന്ന് അറിയില്ല. എന്നാൽ ഒരാൾ വന്നു, എനിക്കൊരു ഓട്ടം കിട്ടില്ല, 50 ഉറുപ്പ്യ കിട്ടുമല്ലോ എന്ന് വെച്ച് കയറി, അതില്ല, കൊണ്ടുപോകില്ല എന്ന് തന്നെയാണ്. പിന്നെ ഞങ്ങളെ കോഴിക്കോട് വേറെ നിർബന്ധമുണ്ട്, ഇനി ഞങ്ങൾക്ക് പണിയെടുക്കാൻ വയ്യ, എന്നാൽ പണിയെടുക്കുന്ന യൂബർ വന്നാൽ ആ വണ്ടിയൊക്കെ തല്ലി പൊളിക്കുകയും ചെയ്യും. ആ റിക്ഷ എന്ന് പറഞ്ഞാൽ കാരണമില്ലാതെ ഉപദ്രവിക്കുന്ന ജീവി എന്ന് പറയാം. ഇത് കേൾക്കുന്ന നല്ല ഓട്ടോറിക്ഷക്കാരെ ക്ഷമിക്കുക. ഇത് ജാമ്പവാൻ്റെ ആ സ്വഭാവമുള്ള റിക്ഷക്കാരോടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റിക്ഷ എന്നുള്ളത് ഒരു ഹിന്ദി വാക്കാണെന്ന് തോന്നുന്നു അല്ലേ? അതിപ്പോൾ സംസ്കൃതത്തിൽ മുമ്പേ ഉപയോഗിച്ചിട്ടുണ്ട്. റിക്ഷ എന്ന് പറഞ്ഞാൽ കരടി എന്നർത്ഥം. പക്ഷേ ഇതിൽ ഭാഗവത്തിൽ മാറി പറയുന്നുണ്ട് വാനര എന്നും പറയുന്നുണ്ട്. ഇവനൊരു വാനരാണെന്നും പറയുന്നുണ്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നു വാനര എന്നുള്ളൊരു കോമൺ ടേമാണ്, ഒരു പ്രത്യേക രീതിയിലുള്ള കോമൺ ടേമാണ്. ഹനുമാനെയും പറയും വാനര ശ്രേഷ്ഠൻ എന്ന് പറയും. നമ്മുടെ മറ്റേ അണ്ണനുണ്ടല്ലോ സുഗ്രീവനെയും പറയും, ജാമ്പവാനെയും അത് പറയുന്നുണ്ട്. പക്ഷേ ജാമ്പവാൻ ശരിക്കും കരടിയാണ്. ഈ കരടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കരടി വെറുതെ ഉപദ്രവിക്കും. കരടി നോക്കിയിട്ട് എന്തൊക്കെ എൻ്റെ ചേട്ടാന്ന് തിരിച്ചാൽ ഉടനെ ഒറ്റ അടിയാണ് കണ്ണിന്. നമ്മുടെ കണ്ണ് കാണുമ്പോൾ തന്നെ അതിന് ദേഷ്യമാണ്. നമ്മുടെ കണ്ണ് കാണുമ്പോൾ തന്നെ മനുഷ്യനെ ശരിയായ രീതി മനസ്സിലാക്കിയൊരു ജീവി കരടിയുള്ളൂ എന്നർത്ഥം. ചിരിച്ചുകൊണ്ട് നോക്കിയാൽ അതിന് ഇംഗിതം അറിയാൻ തോന്നുന്നു. എന്നെ കൊന്നിട്ട് എന്നെ രോമക്കുപ്പായ എടുക്കാനല്ലടാന്ന് ചോദിച്ചിട്ടാണ് അടി. കരടി മാന്തി ഒരു ആദിവാസി പയ്യൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞെട്ടിപ്പോവും. കരടി മാന്തിയാൽ JCB കൊണ്ട് മാന്തണ പോലെയാണ്. അയാളെ കയ്യിലൊരൊറ്റ തൊലി പോലും, അസ്ഥി മാത്രം, ഒറ്റ മാന്തലുകൊണ്ട് മൊത്തം പായലേ വിട പൂപ്പലേ വിടാറ് ശരീരം മുഴുവൻ അവിടെ ചുരണ്ടി കളഞ്ഞു അത്. അപ്പോൾ റിക്ഷ എന്ന് പറഞ്ഞപ്പോൾ റിക്ഷക്കാരെ സ്മരിക്കാതെ വയ്യ. കാരണം അവർക്കും ഏകദേശം ഈ ഭഗവാനോട് കാണിച്ച സ്വഭാവമാണ്. അതിൽ പറയുന്നുണ്ട്. ഇതിൽ പറഞ്ഞ് ദിനേ ദിനേ സ്വർണ്ണഭാരാൻ അഷ്ടൗ സസൃജതി പ്രഭോ. ഏത് ഈ ദിവസവും ഒരു ഭാരം സ്വർണം ഇതിങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കും. സൃജതി ആണ്. എന്നുവെച്ചാൽ അതിൽ നിന്നിങ്ങനെ
പ്രസവിച്ചുകൊണ്ടിരിക്കും സ്വർണം ഈ രത്നത്തിൽ നിന്ന്. അതിനോടുള്ള ആകർഷണം കൊണ്ടോ അതിനോടുള്ള അസൂയ കൊണ്ടോ അതിനോടുള്ള ആസക്തി കൊണ്ടോ അല്ല ഭഗവാൻ ചോദിച്ചത്. ഭഗവാൻ അത് ചോദിച്ചത് രാജ്യകാര്യത്തിനാണ്. ഭഗവാൻ ഇപ്പോൾ ഇവൻ്റെ രത്നമൊന്നും വേണ്ട, കൗസ്തുഭം മണി ഓൾറെഡി ഉണ്ട്. കൗസ്തുഭത്തിനോട് ഒക്കുന്ന വേറെ രത്നമില്ല. മാത്രമല്ല ഇനി കൗസ്തുഭം അഴിച്ചു കളഞ്ഞാലും ഭഗവാൻ തന്നെയാണ്. കൗസ്തുഭം ഇല്ലെങ്കിലും ആടയാഭരണങ്ങളില്ലെങ്കിലും കൃഷ്ണൻ തുണി ഉടുക്കാത്ത കൃഷ്ണനെയാണ് എനിക്കിഷ്ടം. ഒരു തുണി ഉടുക്കാത്ത കൃഷ്ണൻ, അതാണ് ഏറ്റവും ശക്തനായ കൃഷ്ണൻ. ശകടാസുരനൊക്കെ ചവിട്ടി പറപ്പിച്ച ആ കൃഷ്ണ. ഈ ഓട്ടോറിക്ഷക്കാരെയൊക്കെ ശകടാസുരന്മാരാണല്ലോ. നാട്ടിലൊരു നല്ല ഡെവലപ്മെൻറ്റ് വരാൻ സമ്മതിക്കില്ല, ഒരു ഓറഞ്ച് ഓട്ടോ വരാൻ സമ്മതിക്കില്ല. യൂബർ വന്നിട്ട് ആൾക്കാർ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിക്കോട്ടെ, അത് വേണ്ട, ഞങ്ങൾ തല്ലി പൊളിക്കും. ഇപ്പോൾ ഈ കോട്ടയത്താണ് ഞാൻ ഒരു വീഡിയോ കണ്ട് ചിരിച്ച് ചത്തുപോയി ഞാൻ. ഒരു യൂബർ ടാക്സിക്കാരൻ കോട്ടയത്ത് ആരെയോ കൊണ്ടുവന്നു, ഓട്ടോ വന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവിടുത്തെ ഒരു പ്രായമുള്ളൊരു ചേട്ടൻ, അയാൾ ടാക്സിക്കാരനാണ്, അയാൾ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ നിങ്ങൾ കണ്ടോ? അത് മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് പോയിക്കോ, അല്ലെങ്കിൽ വണ്ടി അവിടെ തല്ലി പൊളിക്കും. ഞങ്ങൾ 10-16 ടാക്സിക്കാരുണ്ട്, ഇപ്പോൾ വിളിക്കാം. ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെയും. അപ്പോൾ ഇതെന്താണ്? നാടിൻ്റെ വികസനം മുരടിപ്പിക്കുകയാണ്. ഒരു മനുഷ്യനെ ഈ സുഖമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം അവരൊരുക്കണമില്ല, മറ്റുള്ളവനെ ഒരുക്കാൻ സമ്മതിക്കില്ല, വണ്ടി തല്ലി പൊളിക്കുന്നൊക്കെ. അതാണ് ഇവിടെ ഈ സ്വഭാവം പറഞ്ഞത്. ഹൃദയം മാന്തി പൊളിക്കുന്ന പരിപാടി ഉണ്ട്. ദുർഭിക്ഷമാരരിഷ്ടാനി സർപ്പാധിവ്യാധയോ അശുഭ. അശുഭങ്ങളായിട്ടുള്ള വ്യാധികളോ അശുഭങ്ങളോ സർപ്പദംശനമോ അസുഖമോ ദുർഭിക്ഷതയോ ദാരിദ്ര്യമോ ഒന്നും വരാതെ കാക്കുന്ന ഒരു രത്നമാണിത് കേട്ടോ. ന സന്ധി മായിനസ്തത്ര യത്രാസ്തേ അഭ്യർച്ചിതോ മണി. ഈ രത്നം മര്യാദയ്ക്ക് പൂജിച്ചാൽ ഒരു തരത്തിലുള്ള പട്ടിണി ഉണ്ടാവില്ല, പരിവട്ടം ഉണ്ടാവില്ല, ശത്രുബാധ ഉണ്ടാവില്ല. മായിന, ഈ ശബ്ദം വളരെ പ്രധാനമാണ്. മായിന എന്ന് പറഞ്ഞാൽ എന്താ? ശത്രുബാധ പറഞ്ഞു ഓൾറെഡി, പക്ഷെ മായിന എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ സുഹൃത്താണെന്ന് കണ്ട് ചിരിച്ചുകൊണ്ട് കൂടെ നിന്നിട്ട് പണി തരുന്നവനാണ് ആര്? വഞ്ചകൻ. വഞ്ചകൻ്റെ പേരവിടെ പറഞ്ഞിരിക്കുന്നത്. ആ രത്നം ഒന്ന് വേണ്ടിയിരുന്നു എനിക്കിട്ട് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ എവിടെയാണാവോ? ഞാൻ ഇന്നലെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു വേർ ഈസ് ശമന്തകം നൗ. ഇപ്പോൾ യൂട്യൂബ് ChatGPT വരാം, നോ ഐഡിയ. ശമന്തകം കിട്ടിയാൽ എനിക്ക് സ്വർണ്ണമല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് സുഹൃത്തെന്ന ഭാവേന കൂടെ നിന്ന് വഞ്ചിക്കുന്നവരില്ലാതാവണം. അത് ലോകത്ത് കൂടുതലാണ്. സ്വർണം വേണ്ടിയില്ല, എൻ്റെ അടുത്ത് 1 പവൻ്റെ സ്വർണ്ണമൊക്കെ ഉണ്ട്, അത്യാവശ്യമൊക്കെ മതി, കൂടുതൽ വേണ്ട. കൂടുതൽ വന്ന പ്രശ്നമാണ്. സ്വർണത്തേക്കാൾ വേണ്ടത് നമുക്ക് സുഹൃത്താരും ശത്രുവാരും തിരിച്ചറിയാൻ വേണ്ടത് അല്ലേ. ഇപ്പോൾ ശമന്തകം എന്ന് പറഞ്ഞാൽ കേവലം ഒരു മണിയല്ല, ബുദ്ധിയുള്ള സാധനമാണ്. അതിന് മായിന, അതായത് നമ്മെ കൂടെ നിന്ന് വഞ്ചിക്കുന്ന വഞ്ചകരെ അത് ഇല്ലാതാക്കും. അത് വളരെ വലിയ ക്വാളിറ്റിയാണ് ശമന്തകത്തിന്. എല്ലാവർക്കും ശമന്തകത്തിന് 1 ഭാരം സ്വർണം കിട്ടുന്ന കാര്യം അറിയുള്ളൂ. ഈ സ്വർണം പൊഴിക്കുന്നുണ്ട് തന്നെ അതിൽ തന്നെ ഒരു ലോക്ക് വെച്ചിട്ടുണ്ട്. എന്താണ്? ശത്രുക്കളെ ഇത് അടുപ്പിക്കില്ല, പ്രധാനമായിട്ടും ബന്ധുക്കളെ ഇത് അകറ്റുന്നർത്ഥം. പണ്ട് ശ്രീകുമാരൻ തമ്പി എഴുതിയില്ലേ, ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിന് നോവറിയും കിളിമകളെ പറയൂന്ന്. ശമന്തകത്തിന് കൃത്യമായിട്ട് അറിയാം ബന്ധുവാരാ ശത്രുവാരാന്ന്. ചിരിച്ചുകൊണ്ട് ഈ ശമന്തകം കിട്ടിയതിന് പിന്നെ സത്രാജിത്തിന് അമ്മായിയൊക്കെ വന്നു എന്നാണ് പറയണത് ദൂരേന്ന്. അത് കഥയിലില്ല, ഞാൻ പറയണതാണ്. എന്തിനാണ് വന്നത്? എല്ലാ ദിവസവും 8 ഭാരം സ്വർണ്ണം ഇവിടെ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ഇവൻ നമ്മുടെ ഏറ്റവും ഉത്തമ ബന്ധു തന്നെ, ഒറ്റ ബന്ധു തന്നെ ഇപ്പോൾ കൂടെ നിൽക്കും. ശമന്തകം എന്ത് ചെയ്യും? ഇവരൊക്കെ ഓടിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരു യന്ത്രം വീട്ടിൽ വെച്ചാൽ നമ്മുടെ ആരും ബന്ധുക്കൾ വീട്ടിൽ വരാൻ സാധ്യത കുറവാണ്. ഇല്ലം ശൂന്യമാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എനിക്ക് ആ ഒരു യന്ത്രം കിട്ടിയ തിരക്കേടില്ല എന്ന് സത്യസന്ധമായിട്ട് ഭഗവാനെ കൃഷ്ണ, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഇതിൽ യാദവരുടെ ഇടയിൽ ഒളിച്ചു നിൽക്കുകയാണ്. യദുഷു ഗൂഢം എന്നാണ് പറയുന്നത് ഈ ഭഗവാൻ. ഇതിൽ 2 അർത്ഥമുണ്ട്. അതായത് ഭാഗവതം പറയണത് ഇതിൽ സത്യത്തിൽ രത്നം ആരാണ്? ശ്രീകൃഷ്ണനാണ്. ശത്രുബാധ ഏൽക്കാതെ, നമ്മെ മായ പിടിക്കാതെ, നമ്മെ വേണ്ടാത്ത മോഹങ്ങൾ ജനിപ്പിക്കാതെ സത്യത്തിൻ്റെ പാതയിൽ ഉറപ്പിച്ചു നിൽക്കുന്ന രത്നം, ഭാഗവതത്തിലെയും മഹാഭാരതത്തിലെയും രത്നം സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അതുകൊണ്ട് ഇവിടെ രസകരമായൊരു ഭാഷ പ്രയോഗിച്ച് യദുഷു ഗൂഢം, യാദവരുടെ ഇടയിൽ ഒളിച്ചു നിൽക്കുന്ന രത്നമാണ് കൃഷ്ണൻ. അപ്പോൾ ആ യാദവരുടെ ഇടയിലേക്ക് ഒരു ദിവസം 2ാം തവണ ഇയാൾ വരികയാണ്. ആര്? നമ്മുടെ സത്രാജിത്ത്. ഇതൊക്കെ കഴുത്ത് തൂക്കി വരികയാണ്. കൊണ്ട് വരുമ്പോൾ വരുന്ന സമയത്ത് യാദവന്മാരൊക്കെ ഈ സാധാരണ മോഹൻലാൽ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ് പറഞ്ഞ് വരികയാണ്. അവർക്ക് വലിയ വിവരമൊന്നുമില്ല. അവർ ഭഗവാൻ കൃഷ്ണൻ ഈശ്വരനാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതാ രസം. എന്തോ പ്രത്യേകതയുണ്ട്, കുറേ അസുരന്മാരെ അടിച്ച് പറപ്പിച്ചിട്ടുണ്ട്, നാട്ടിൽ നല്ലൊരു തല്ലുകാരൻ, ഒരു നരൻ എന്നൊക്കെയാണ് ഇവരുടെ വിചാരം. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ, ഇയാളുടെ ആടയാഭരണങ്ങളും ഇയാളുടെ തിളങ്ങുന്ന രത്നവും കണ്ടപ്പോൾ ഇവർ ഓടി ചെന്നിട്ട് ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവിടെ എന്തോ ചൂതുകളിയോ എന്തോ കളിയാണ് ഭഗവാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓടി വന്ന് പറയുകയാണ്, ഭഗവാനെ, സൂര്യഭഗവാൻ അങ്ങേ കാണാൻ വന്നിരിക്കണു, സാക്ഷാൽ സൂര്യൻ അങ്ങേ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പം
ഇവരുടെ മനസ്സിൽ അഭിമാനം, സൂര്യനൊക്കെ കാണാൻ വരുന്ന ആളാണല്ലോ, വലിയ ആൾ തന്നെയാണ് ഇയാൾ. ആര്? കൃഷ്ണൻ. സാക്ഷാൽ ഭഗവാൻ ആരാണ്? ആദിത്യാനാം അഹം വിഷ്ണു. ദ്വാദശാദിത്യന്മാരിൽ വിഷ്ണു എന്ന ആദിത്യൻ ഞാനാകുന്നു. മാത്രമല്ല, ഒരു പദം, രണ്ടാം പദം, മൂന്നാം പദം കൊണ്ട് ഉലകമളന്ന ഉലകളന്ത പെരുമാളാണിതെന്ന ബോധ്യം അവർക്കില്ല. 3 കാൽവെപ്പ് കൊണ്ട് പ്രാതക്കാലത്തെ സൂര്യനായും, ഉച്ചയുടെ കാൽവെപ്പ് കൊണ്ട് മധ്യാഹ്ന സൂര്യനായും, 3-ാം കാൽവെപ്പ് കൊണ്ട് സായംകാല സൂര്യനായും ഈ പ്രപഞ്ചത്തെ ഒരു ദിവസം കൊണ്ട് അളന്നവൻ, ഒരു അഹസ് കൊണ്ട് അളന്നവനാണ് ഗുരുവായൂരപ്പൻ ഭഗവാൻ വിഷ്ണു. ഇതം വിഷ്ണുർ വിചക്രമേ ത്രേധാ നിദധേ പദം എന്ന് വേദത്തിലുണ്ട്. ഈ വിഷ്ണു 3 കാലടി കൊണ്ട്, അതാണ് ത്രിവിക്രമൻ എന്ന് പേര്. ഞങ്ങളുടെ നാട്ടിൽ നമ്പൂരിപ്പാടിൻ്റെ പേരാണ് ത്രിവിക്രമൻ നമ്പൂരിപ്പാട്. മിക്ക പേരും അത് തെറ്റിച്ച് വെച്ചിരിക്കുള്ളൂ. അപ്പോൾ അയാൾ എന്തിനാ ഈ പേര് എനിക്കിട്ടത്? വല്ല ഉണ്ണി നമ്പൂരിപ്പാടെന്നൊക്കെ ഇട്ടാൽ എളുപ്പമുണ്ട് വിളിക്കാൻ. ത്രിവിക്രമൻ എന്നുള്ള പേര് വെച്ചാൽ കേട്ടാൽ ഒരു രൗഡിയുടെ പേരാണെന്നുണ്ടെങ്കിലും റൗഡീസം അല്ലാതെ ഭഗവാന്റെ ഹീറോയിസാണ്. ഭഗവാൻ ഒരു ദിവസം കൊണ്ട് ഇവനോട് മഹാബലിയോട് ചോദിച്ചു, അളന്നു. കേരളത്തിൻ്റെ സുപ്രീം ലോർഡാണ് മഹാബലി. കേരളത്തിൽ കൃഷ്ണനൊന്നും കണ്ടുകൂടാ. കൃഷ്ണനെ ഇവിടെ ആരാധിക്കുന്ന തൃക്കാക്കര അപ്പൻ എന്നുള്ളതിനേക്കാൾ ഇവർക്ക് ഇഷ്ടം എന്താണ്? മഹാബലി തമ്പുരാൻ വരുന്നു, ഗൃഹിണി പിടിച്ച ഒരാൾ, ഭയങ്കര ഊത്ത വയറുമായിട്ട് നടക്കുക, സ്വന്തം പാദം കണ്ടിട്ട് എത്രയോ കാലങ്ങളായ ഒരാൾ. അങ്ങനെ ഒരാളെ വരച്ചു വെക്കുക. ചക്രവർത്തിയാണ്. ഈ ചക്രവർത്തി പറഞ്ഞാൽ സാധാരണ രാജാവല്ല. ചക്രവർത്തി പറഞ്ഞാൽ അടുത്തടുത്തുള്ള രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ഒരു ചക്രം സൃഷ്ടിക്കണം അയാൾ. അതിനെ ആക്രമിക്കണം, നല്ല ആയുധബലം വേണം. ഇപ്പോൾ പൂനെയിൽ പോയാൽ കാണാം ഛത്രപതി ശിവാജി മഹാരാജ്. അത് വെറുതെ വിളിക്കുന്നതല്ല. വെറും 300 പേരുടെ സൈന്യം കൊണ്ട് 30,000 പോകുന്ന ഖലന്മാരായ മുഗളന്മാരെ കൊന്നതൊക്കെ പുസ്തകമായിട്ട് എഴുതിയാൽ അത് രക്തരൂഷിത ചരിത്രമായിരിക്കും. ഇപ്പോൾ പലരും എഴുതുന്നുണ്ട്, ധൈര്യം വന്നിട്ടുണ്ട്. മോദി അധികാരത്തിൽ വന്നപ്പോൾ പലർക്കും എഴുതാനൊക്കെ ഒരു ധൈര്യമുണ്ട്. കാരണം പണ്ടൊക്കെ എഴുതിയാൽ EM പിടിച്ച് അകത്തിടും, മാഡം പടാന്നുകൊണ്ട് അകത്തിടും, നല്ല ഇടിയും കിട്ടും. ആ കാഞ്ചി ശങ്കരാചാര്യരൊക്കെ ഇവരൊക്കെ കൂടെയാണ് പിടിച്ചുകൊണ്ട് പോയത്. പിടിച്ചുകൊണ്ട് പോയി അകത്തുകൊണ്ട് ഇട്ടു. അത് ചെയ്തേനെ. ഇപ്പം എന്നെയൊക്കെ എന്നോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മളൊക്കെ പറയുന്ന വാക്കുകൾ അങ്ങനത്തെ വാക്കാണ്. ഇപ്പം ഏതായാലും ശരി, ഭഗവാനാണ് യഥാർത്ഥ രത്നമെന്ന് തിരിച്ചറിയാത്ത യാദവന്മാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതിൽ നല്ലൊരു സ്തുതിയുണ്ട്. രാവിലെ എണീച്ചാൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാധനയിലുണ്ട്. നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര. ആരായി സ്തുതിക്കുന്ന വെച്ചാൽ യാദവന്മാർ പോയിട്ട് ഈ ഇന്നയാൾ വന്ന കാര്യം പറയുന്നതിന് മുമ്പ്, റിപ്പോർട്ടിങ്ങിന് മുമ്പ് പണ്ട് വന്ദിക്കലൊരു പതിവാണ്. ഇപ്പം അങ്ങനെയല്ല, നേരെ പോയിട്ട് അങ്ങോട്ട് വിളിച്ചു പറയുക. ഇപ്പോൾ വന്ദനമൊന്നുമില്ല. ഇപ്പോൾ ശ്രീകൃഷ്ണ യാദവർ പോയിട്ട് വേറെ, എടാ കൃഷ്ണ അവിടെ സൂര്യൻ വന്നിട്ടുണ്ടെന്നല്ല പറയണത്, അല്ലെങ്കിൽ മുതലാളി സൂര്യൻ വന്നിട്ടുണ്ട് അങ്ങനെയല്ല പറയണത്. യാദവർ പോയിട്ട് ആദ്യം ഭഗവാനെ സ്തുതിച്ചിട്ടാണ് സംസാരിക്കുക. അതൊരു നല്ല പെരുമാറ്റച്ചട്ടാണ്. അറ്റ്ലീസ്റ്റ് വളരെ, നമ്മൾ അന്ന് കാലത്തൊന്നും ജനിക്കാഞ്ഞ ഭാഗ്യമായി, ഇത്രയൊക്കെ സ്തുതിക്കേണ്ടി വരും. ഇന്നിപ്പോൾ എന്താ പറയേണ്ടത്? ഒരാളോടൊരു കാര്യം ഉണർത്തിക്കുന്നതിന് മുമ്പ് അയാളെ നമസ്കരിക്കണം. നമസ്കാരം, ഒരു കാര്യം പറയണം, നമസ്കാരം പറഞ്ഞിട്ടേ പറയാവൂ. ആ ശീലങ്ങളൊന്നും നമുക്കില്ല, മലയാളികൾക്ക് പ്രത്യേകിച്ചുമില്ല. ഒരാളോടൊരു കാര്യം ഉണർത്തിക്കുക, ഒരാൾ വന്നിട്ടുണ്ട് പറയുന്നതിന് മുമ്പ് നമസ്കാരം എന്ന് പറയണം എന്നാണ് ഒരു പഴയ വിധി. അതാണ്, എത്ര കൂട്ടുകാരനാണെങ്കിലും അങ്ങനെ പറയണം എന്നാണ്. ഇവിടെ നോക്കൂ, നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര ദാമോദര അരവിന്ദാക്ഷ ഗോവിന്ദ യദുനന്ദന. ഭഗവാന്റെ വിവിധ നാമങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ച ശേഷമാണ് എന്തു പറഞ്ഞത്? വിവരക്കേട് പറഞ്ഞത്. വിവരക്കേട് പറയണമെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്താ പറയാൻ പോകുന്നത്? സൂര്യഭഗവാൻ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഇവരുടെ വിചാരം സൂര്യനൊക്കെ കാണാൻ വരുന്നുണ്ട്, അങ്ങനെയല്ലേ പലരും പറയാം. ഇപ്പം എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായിരുന്നു അന്തരിച്ച ഗോപിനാഥൻ നായർ. അദ്ദേഹം അമ്മയുടെ ആശ്രമത്തിലേക്ക് വളരെ കാലങ്ങളായി താമസിച്ചു. ഇപ്പോൾ അടുത്ത കാലത്ത് മരിച്ചു, സമാധിയായി എന്നും പറയാം. അത്രയും നല്ല സിദ്ധയോഗം പ്രവർത്തിച്ച, സിദ്ധയോഗം അറിയാവുന്ന ആളായിരുന്നു. 32 മാത്ര കൊണ്ട് ശ്വാസം കുംഭകം ചെയ്ത് കാണിക്കുമായിരുന്നു എനിക്ക്. 32, അതിൻ്റെ ഇരട്ടി 64 കൊണ്ട് രേചകം ചെയ്യുന്ന അത്രയും പ്രാണശക്തിയുള്ള ആളായിരുന്നു ഈ ഗോപിനാഥൻ നായർ. ആരാ ഗോപിനാഥൻ നായർ? ഏതോ ഗോപിനാഥൻ. അപ്പോൾ അറിയണേ എന്ത് പറയണം? മോഹൻലാലിൻ്റെ അമ്മാവൻ എന്ന് പറയണം. അപ്പോൾ പിടികിട്ടും. അതുപോലെയായിരുന്നു അന്ന് കൃഷ്ണൻ്റെയും വില. കൃഷ്ണനാണ് എല്ലാം കൊണ്ടും മഹാൻ. പക്ഷേ ശ്രീകൃഷ്ണനോട് പോയിട്ട് പറയണത് എന്താണ്? സൂര്യൻ വന്നിരിക്കും, സൂര്യൻ വീട്ടിൽ വന്ന ആൾ, സൂര്യൻ വന്ന ഇല്ലം, അങ്ങനെയല്ലേ നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ ഏതു കാര്യത്തിലും നമ്മുടെ കയ്യിലിരിക്കുന്ന മണി അല്ലെങ്കിൽ രത്നത്തെ മറന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പുറത്തൊന്നിനെ സ്തുതിക്കുക. ആ ദോഷം നമുക്കുണ്ട്. അന്ന് അങ്ങനെയാണ് അന്നും അവർ പെരുമാറിയത്. നാരായണനെ നമസ്കരിച്ചു. ഭഗവാന്റെ ഏറ്റവും നല്ല നാമം, എന്നെ സംബന്ധിച്ച് ഭഗവാന്റെ ഒരു നാമം, ഒറ്റ നാമം പറയാൻ പറഞ്ഞാൽ ഗോവിന്ദ എന്ന നാമമാണ്. അനേക അർത്ഥം പറയാവുന്ന നാമമാണ് ഗോവിന്ദനാമം. ആ ഗോവിന്ദനാമവും ഇതിൽ ഗോവിന്ദ യദുനന്ദന എന്നവർ
പറഞ്ഞില്ല. അവർ ചിലപ്പോൾ സ്തുതിച്ചിട്ടുണ്ടാവുക ഗോവർദ്ധന ഉയർത്തി ഞങ്ങളെ പശുക്കളെയൊക്കെ സംരക്ഷിച്ചവനെ എന്ന അർത്ഥത്തിലായിരിക്കും. എന്നാൽ വേദോദ്ധാരകനായ ഭഗവാനെ എന്നും അർത്ഥമുണ്ട്, ഭൂമിയെ രക്ഷിക്കുന്ന ഭഗവാനെ എന്ന അർത്ഥമുണ്ട്. എല്ലാ തരത്തിലും ഗോവിന്ദനാമത്തിന് 1000 അർത്ഥങ്ങൾ പറയാം. പഠിച്ചവർക്ക് പഠിക്കാത്തവർക്ക് ഒരർത്ഥവും തോന്നുകയുമില്ല. ഏതായാലും ഇങ്ങനെയുള്ള ഒരു രത്നത്തിൻ്റെ കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇയാളിവിടെ വന്നുല്ലോ, അത് ഞാനൊരു കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 4 നെന്മണി ഒരു ഗുഞ്ചമാണ്, ഒരു പിടി ആണെങ്കിൽ അത് ഒരു പലമാണ്, 100 പലം ഒരു തുലാമാണ്, 20 തുലാം ഒരു ഭാരമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് 8 ഭാരം അല്ലേ, ഭാരാനഷ്ടവും അല്ല, അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം 8 ഭാരം സ്വർണം അവിടെ ലഭിക്കും. അപ്പോൾ ഭഗവാൻ യാചിച്ചിട്ടും കൊടുക്കാത്ത ഈ മണി നഷ്ടപ്പെട്ടപ്പോൾ ഒരു തമാശ ഉണ്ടായി. അത് ഈ ഭാഗവതം വായിക്കുമ്പോൾ കൂടെ നാരായണീയം കൂടി വായിക്കുന്നത് നല്ലതാണ്. കാരണം മേൽപ്പത്തൂർ മലയാളികളുടെ ചില സ്വഭാവം അതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ അന്ന് ഭാഗവതകാരൻ വേദവ്യാസൻ ശുദ്ധനാണ്, അയാൾക്ക് മലയാളികളുടെ സ്വഭാവം ഒന്നും അറിയില്ല. ഭാവിയിലൊരു കാലത്ത് ഭഗവാൻ പോയിട്ട് ഗുരുവായൂർ താമസാക്കുന്നൊന്നും അയാൾ അന്ന് കണ്ടിട്ടുണ്ടാവില്ല. ഇതിവിടെ ഭഗവാനെ പറ്റിയിട്ടൊരു കുറ്റച്ചാർത്തുണ്ടായി. എന്താ വെച്ചാൽ ഈ പ്രസേനം പോയി അവൻ്റെ അടുത്ത് ഇത് നഷ്ടപ്പെടുകയും ചെയ്തുവല്ലോ. അപ്പോൾ സത്രാജിതൻ എന്ത് തോന്നി, ഇത് മുമ്പ് എന്നോട് ശ്രീകൃഷ്ണൻ യാചിച്ചിരുന്നു ഈ രത്നം. അവനാണെങ്കിൽ ചെറുപ്പം മുതലേ മോഷണ കേസുകൾ അനവധിയിൽ പ്രതിയാണ്. ആര്? കൃഷ്ണൻ. വെണ്ണ മുതൽ പല പല സാധനങ്ങൾ മോഷ്ടിക്കുന്നതിൽ ഭഗവാന്റെ സാമർഥ്യം മറ്റാർക്കുമില്ല എന്ന് ആർക്കറിയാം? യാദവനായ സത്രാജിതനറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ തന്നെയായിരിക്കും ഇത് എടുത്തിട്ടുണ്ടാവുക. ഇവൻ മായക്കാരനാണ്, ഇവനൊരു സാധനം മോഷ്ടിക്കണമെങ്കിൽ സമയം വേണ്ട എന്ന് സത്രാജിത് ഊഹിച്ചിട്ട് ഭഗവാനെപ്പറ്റി മൃഷാപവാദം ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കി. അത് കർണാകർണികയ ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് ഇങ്ങനെ ഊതിക്കൊണ്ട് കൊടുക്കും. ജനങ്ങളുടെ ഒരു വാർത്ത പരക്കാൻ നിമിഷ നേരം മതി. അത് നമ്മൾ ചിന്തിക്കുന്ന കാട്ടുതീ പോലെ പടരും. ഇന്നാണ് സോഷ്യൽ മീഡിയ ഉള്ള കാലമാണ്. ഒരാൾ മെട്രോ ഇതുമ്പോൾ കയറി, ട്രെയിനിൽ കയറി ആശ കൊണ്ട് മെട്രോയിൽ കയറി, ആലുവയിൽ നിന്നിട്ടും കയറി അയാൾ കയറിയപ്പോൾ അയാൾക്ക് തോന്നി, നല്ല സീറ്റൊക്കെ ആണല്ലോ, നല്ല ഭംഗിയുള്ള വണ്ടിയാണ് മെട്രോ. അപ്പോൾ അതിൽ കിടന്നു അയാൾ ഉറങ്ങിപ്പോയി. ഉറങ്ങിയാൽ എല്ലാവരും ഇങ്ങനെ ചത്ത് കിടക്കണമല്ലോ, കിടക്കില്ലല്ലോ, അറിയാണ്ട് കൈയൊക്കെ ചിലപ്പോൾ താഴേക്കും, വായൊക്കെ തുറന്നു പോകും, അല്പം ഗംഗാജലമൊക്കെ ഇവിടുന്ന് ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഇയാളിങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു വിദ്വാൻ ഒരു കൗതുകം, എന്താണ്, ഒരാൾ മദ്യപിച്ച് കിടക്കുകയാണ് എന്ന് തോന്നിയിട്ട് ഇവൻ ഈ മൊബൈൽ എല്ലാ ശോമ്പേരികളുടെ കയ്യിലും ഈ മൊബൈലുണ്ട്, മൊബൈലില്ലാത്ത ആരുമില്ല. ഇവരെന്ത് ചെയ്തു, ഇവൻ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടു. എന്താണ്, മെട്രോയിൽ മദ്യപിച്ച് ബോധം കെട്ട ഒരുത്തൻ. നോക്കുമ്പോൾ ആൾ ചെവി കേൾക്കാത്ത, മിണ്ടാൻ കഴിയാത്ത ഒരാളാണ്. ആ വാർത്ത വായിച്ചിരുന്നോ? അതിനെപ്പറ്റി സിനിമ ഇറങ്ങി. പിന്നെ അതിൽ സുരാജ് വെഞ്ഞാറമൂടാണ് ഈ അഭിനയിക്കുന്നത്. അപ്പം ഇവൻ ഇത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇയാളെ ശപിക്കണം. കാരണം വെച്ചാൽ മെട്രോ പോലെ ഒരു പുതിയ സംവിധാനം വന്നു, അതിൽ വെള്ളമടിച്ച് കിടന്നു എന്നൊക്കെയായി. പാവം അയാൾ ബധിരനും മൂകനുമാണ്, അയാൾക്ക് സംസാരിക്കാനും കഴിയില്ല, ചെവിയും കേൾക്കില്ല. അയാളെ പറ്റി ഈ മൊബൈലുണ്ട്, എന്തും ചെയ്യാം, ആരെപ്പറ്റി എഴുതാം. എന്നെ ഒരുപാട് എല്ലാ ദിവസവും 10 തെറി എഴുതുന്ന ആൾക്കാർ, എനിക്കറിയുന്ന ആൾക്കാരുണ്ട്. എന്നെപ്പറ്റി ഉപന്യാസം പോലെ ദിവസവും 10 തെറി എഴുതാൻ, ഗുരുമൂർത്തി അതാണ്, ഗുരുമൂർത്തി ഇതാണ്. എനിക്ക് വളരെ സന്തോഷം. എൻ്റെ പാപം മുഴുവൻ കൊണ്ടുപോകുന്നൊരു വിഭാഗമാണ് അവരെ പോലെ എൻ്റെ സുഹൃത്തുക്കൾ വേറെ ഇല്ല. അവരാണ് എൻ്റെ ശമന്തകം. ജൽ എൻ്റെ എല്ലാ പാപവും, ഞാൻ തന്ത്രിയെ പറഞ്ഞ പാപം, മന്ത്രിയെ പറഞ്ഞ പാപമൊക്കെ അവർ കൊണ്ടുപോകും. എന്താണ്, അവരെല്ലാ ദിവസവും എന്നെപ്പറ്റി ഗുരുമൂർത്തി മറ്റവനാണ്, തല്ലിപ്പൊളിയാണ്. ഈ യൂട്യൂബിന് താഴെ എന്ത് രസമാണ് വായിച്ചിരിക്കാൻ. എല്ലാ ദിവസവും ഞാനിപ്പോൾ അതൊക്കെയാണ് വായിക്കുന്നത്. എൻ്റെ എൻ്റർടൈൻമെൻറ്റായി മാറിയിട്ടുണ്ട്. ഞാൻ ഈ ഇൻ്റർവ്യൂ കൊടുക്കണതിന് എന്തിനാണെന്നറിയോ? കുറച്ച് തെറി കേൾക്കാനാണ്. പാക്കനാരുടെ കഥ അറിയാലോ. പാക്കനാർ ഒരു ദിവസം പാടത്തുകൂടെ നടക്കുമ്പോൾ ചിത്രഗുപ്തനെ കണ്ടു. ചിത്രഗുപ്തനാണ് റൈറ്റർ, എല്ലാവരും കർമ്മം എഴുതി വെക്കും. ചിത്രഗുപ്തനെ കണ്ടു. ഇപ്പോൾ ചിത്രഗുപ്തൻ പാക്കനാരെ കണ്ട ഉടനെ വല്ലാത്തൊരു മുഖം. അപ്പോൾ എന്താ ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ ചിത്രഗുപ്തൻ പറഞ്ഞു, നിങ്ങളെപ്പറ്റിയുള്ള റിപ്പോർട്ട് ഞാൻ ഇന്നലെ വായിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു അട്ടയാണ് നരകത്തിൽ തിന്നാനുള്ളത്. ഒരുപാട് കുറ്റം നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും അട്ടകൾ വന്നു കയറുന്നുണ്ട്. ആ അട്ടയെ മുഴുവൻ നിങ്ങൾ ഇരുന്ന് തിന്നണം എന്ന് പറഞ്ഞു. അയ്യോ, അതെ, വേറെ വഴിയൊന്നുമില്ല. ഇല്ല, മരിച്ച ഉടനെ തീറ്റ തുടങ്ങുകയായി. പിന്നെ എത്രയോ കാലം ഇത് തിന്നാലേ ഉള്ളൂ, ഇപ്പോൾ തീരുട്ടു, തിന്നാൻ സമയമായി. അട്ടയല്ല, സദ്യ 1:15 ഇപ്പം നിർത്താം. ഒരുപാട് അട്ടയെ തിന്നേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ആകെ കഷ്ടമായി. ഇയാൾ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇതെന്താ വഴി? ചിത്രപുത്തൊരു വഴി പറഞ്ഞു കൊടുത്തു. എന്താണ്, നിങ്ങളെക്കുറിച്ച് കുറേ ആൾ കുറ്റം പറഞ്ഞാൽ ആ കുന്നിൽ നിന്ന് ഓരോ പിടി അട്ട അവർ കൊണ്ടുപോയിക്കോളും.
അപ്പോൾ നിങ്ങൾ ഫ്രീ ആവും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ വീട്ടിൽ നിന്ന് ഭാര്യയോട് പറഞ്ഞു, മോളെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് കുറേ ഓടായിട്ട് ബിഹേവ് ചെയ്യും, ആൾക്കാർ ഇഷ്ടംപോലെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ എനിക്ക് അട്ട അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാര്യ എഗ്രി ചെയ്തു. ഭാര്യമാർക്കൊരു കുഴപ്പമുണ്ട്, ഒരു കാര്യം 3-4 പ്രാവശ്യം പറഞ്ഞാലേ ഉള്ളൂ അവർക്കത് മനസ്സിലാവുക എന്നൊരു പ്രശ്നം അവർക്കുണ്ട്, എന്താണെന്നറിയില്ല. അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും പാക്കനാര ഭാര്യയും വ്യത്യാസമൊന്നുമില്ല. ഇത് പറഞ്ഞു. അപ്പം സ്വന്തം മകളുടെ വിവാഹം നടക്കാൻ സമയത്ത് ഇയാൾ തന്നെ മുടക്കുക പോയിട്ട്. അപ്പോൾ ഇയാളാണ് മുടക്കിയത് എന്നുള്ളത് നാട്ടുകാർ അറിയുകയും ചെയ്യുകയാണ്. അപ്പോൾ നാട്ടുകാർ നല്ല രസമായിട്ട്, അയ്യ എന്താ അച്ഛനാ ഇയാൾ, ഇത്രയും ഒരു നാറ് ഈ പ്രദേശത്ത് വേറെ ഇല്ലാണ്ട് ഇയാളെപ്പറ്റി ഇങ്ങനെ എല്ലാവരും പറയും. അപ്പോൾ ഇയാൾ സന്തോഷിക്കണം, കാരണം ഇയാളെ പറ്റിയുള്ള അട്ട ഇങ്ങനെ ഓരോ പിടി നാട്ടുകാർ ഇങ്ങനെ ലോഡ് കണക്കിന് കൊണ്ടുപോവാണ്. ഒരു ദിവസം ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ മകളെയും കൂട്ടി അകത്ത് അടച്ചിരുന്നു. അപ്പോൾ കൂടുതൽ കുറ്റമായി ആൾക്കാർ, ആയി ഇവൻ്റെ മനസ്സിലിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഭാര്യയോട് വേലക്കാരി പറഞ്ഞു, ഒക്കെ ഞാൻ മനസ്സിലാക്കി, പക്ഷേ എന്നാലും പാക്കനാർ മകളെയും കൊണ്ട് അടച്ചിരിക്കാൻ തുടങ്ങി രാവിലെ മുഴുവൻ. നിങ്ങൾ കണ്ടില്ലേ അത്? രാത്രി കിടക്കാൻ നേരത്ത് ഭാര്യ പാക്കനാരോട് ചോദിക്കുകയാണ്, അല്ല ഒക്കെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ എന്നാലും മകളെയും കൊണ്ട് നിങ്ങളിരുന്നത് മോശമായി എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പാക്കനാർ പറയാം, ഓ ഇനി ഒരു പിടിയുണ്ടായി, അത് നീ കൊണ്ടുപോയി. അതുകൊണ്ട് എൻ്റെ പിടി ഒരുപാട് പേര് കൊണ്ടുപോണ്ട്, ദിവസവും ഒരു ഭാരം വീതം 20 തുലാം വെച്ചിട്ട് എല്ലാവരും കൊണ്ടുപോണ്ട്. എനിക്കത് സന്തോഷമേ ഉള്ളൂ. ശരി, വേഗം നിർത്താം. ഇവിടെ സിംഹം മലയിലെ ഗുഹയിൽ പോയിട്ട് ഈ രത്നം അവിടെ കൊണ്ട് വെച്ചുല്ലോ. അപ്പോൾ ജാമ്പവാൻ ഈ സിംഹത്തെ കൊന്നു. കാരണം ജാമ്പവാൻ അതിശക്തനാണ്, ജാമ്പവാനോട് കളിക്കാൻ പറ്റില്ല, കരടിയാണ്, ഋക്ഷക്കാരനാണ്. ഋക്ഷ കൊന്നു, സിംഹത്തിനെ കൊന്നു. മണിയെടുത്തിട്ട് തൻ്റെ ഇളയ കുട്ടി കനിഷ്ഠപുത്രന് കൊടുത്തു കളിക്കാൻ. കുട്ടി തൊട്ടിലാടുന്ന കുട്ടിയാണ്, കളിക്കുട്ടി കളിക്കോപ്പായിട്ട് കുട്ടിക്ക് രത്നം വെളിച്ചം കളിക്കാലോ. അപ്പോൾ ഈ ചീത്തപ്പേരുണ്ടായി, സത്രാജിത്ത് പറഞ്ഞുണ്ടാക്കി, കൃഷ്ണൻ തന്നെയാണ് ഇത് മോഷ്ടിച്ചത്, ശമന്തകം മോഷ്ടിച്ചത് പറഞ്ഞുണ്ടാക്കി. ഭഗവാൻ എന്ത് ചെയ്തു? ഈ ചീത്തപ്പേരിങ്ങനെ വന്ന വസുദേവർ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യേ, നീ ഒന്ന് പോയിട്ടേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം, എത്രയും പെട്ടെന്ന് ആ മണി നീ കണ്ടെത്തണം, അല്ലെങ്കിൽ നിന്നെപ്പറ്റി ഈ കുറ്റം പറഞ്ഞാൽ കേൾക്കാൻ വയ്യ. ശരി അച്ഛാ. കൃഷ്ണൻ എന്ത് ചെയ്തു? ഒരു 10-12 യാദവന്മാരെയും കൂട്ടിയിട്ട് ഒരു ചെറിയ സേനയുമായിട്ട് കൃഷ്ണൻ, ഇതിപ്പോൾ പറയാൻ പോണ വലിയ കാര്യമാണ് കേട്ടോളൂ. കൃഷ്ണൻ 10-12 യാദവന്മാരെയും കൂട്ടിയിട്ട്, സാക്ഷി വേണം, യാദവന്മാരെ കൂട്ടിയത് കൃഷ്ണന് സഹായത്തിന് വേണ്ടിയിട്ടല്ല. കൃഷ്ണന് യുദ്ധം ചെയ്യാൻ ആരുടെയും സഹായം വേണ്ട. അത് മനസ്സിലാക്കണമെങ്കിൽ ദേവീ മഹാത്മ്യം വായിക്കണം. ദേവീ മഹാത്മ്യം തുടങ്ങുന്നിടത്ത് പറയുന്നുണ്ട്, മഹാവിഷ്ണു ഉറങ്ങിക്കൊണ്ടാണത്രേ ഈ കണ്ട തല്ലിപ്പൊളികളൊക്കെ ജയവിജയന്മാരോടൊക്കെ യുദ്ധം ചെയ്തത്. മധുകൈടവന്മാരോടൊക്കെ ഉറങ്ങിക്കൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യുക? ഉറങ്ങിയും കൊണ്ടും യുദ്ധം ചെയ്യാമെന്ന് കാണിച്ച ആളാണ് ആര്? മഹാവിഷ്ണു. ഉറക്കത്തിലും അടി പഴകൊക്കെ കാരണം തന്നെയാണ്. നമ്മൾ പറയില്ലേ, പണ്ട് ഉത്സവത്തിന് അടിയുണ്ട്, ഒറ്റ അടി ഞാൻ ഒഴിവാക്കി, ഒക്കെ മുഖത്ത് വാങ്ങി പറഞ്ഞ മാതിരി ഈ അസുരന്മാർ മുഴുവൻ മഹാവിഷ്ണുവിൻ്റെ അടി മുഴുവൻ മുഖത്ത് വാങ്ങിയിട്ടാണ് ചത്തത്. അത് എത്ര വർഷം, 5000 ആണ്ട് യുദ്ധം ചെയ്തതാണ്. മഹാവിഷ്ണു എന്തില്ല? ക്ഷീണമില്ല, പരാജയം അറിയില്ല, നിത്യം ജയിക്കുന്നവനാണ് ഇവൻ. ആ പരമാത്മാവ് തന്നെയാണ് കൃഷ്ണനെ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണന് കൂട്ടു വേണ്ടിയിട്ടല്ല യാദവരെ കൊണ്ടുപോയത്. യാദവരെ കൂട്ടാതെ പോയാൽ, യാദവർ മലയാളികളാണെന്ന് പറയാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്, യാദവരെ കൂട്ടാതെ പോയാൽ ഇവർ പറയും കൃഷ്ണനെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ചീത്തപ്പേരായപ്പോൾ പുറത്ത് കൊണ്ടുവന്നെന്ന് പറയും. ഇല്ലേ? പറയും, സംശയം വേണ്ട. പത്രത്തിലും കൊടുക്കും, വേണിച്ചാൽ ഇൻ്റർവ്യൂവും കൊടുക്കും. അപ്പോൾ അതുപോലെ വരണ്ടാച്ചിട്ടാണ് ഭഗവാൻ 10-12 ആളെ കൂട്ടിക്കൊണ്ട് പോയത്. ഞാനിപ്പോൾ അങ്ങനെ കുറേ പേരെ കൊണ്ടുപോകാറുണ്ട് ചില സ്ഥലത്തൊക്കെ. എന്നുവെച്ചാൽ എന്നെപ്പറ്റി ചീത്തപ്പേര് പറയണ്ട എന്നിട്ട്. അപ്പം ഭഗവാൻ ചെന്നു, ഇവരോട് പറഞ്ഞു ഗുഹയ്ക്ക് പുറത്ത് നിന്നാൽ മതി, കാരണം അവിടെ ഇവർ വന്നിട്ട് ഇടയ്ക്കൂടെ ഓടിയിട്ട് ഭഗവാൻ ചിലപ്പോൾ തോറ്റുപോകും, കാലിടയ്ക്കൂടെ ഓടിയിട്ടേ. അത് വേണ്ട വെച്ച് പുറത്ത് നിർത്തി. ഇവർ പുറത്ത് കാത്തു നിൽക്കുകയാണ്, കുന്നും കുറച്ചൊക്കെ ആയിട്ട് പുറത്ത് നിൽക്കുകയാണ്. കൃഷ്ണൻ വെറും കൈയോടെ, 2 കൈയോടെ സാധാരണ മനുഷ്യരൂപേണ തന്നെ അകത്ത് കയറി. ആ ഗുഹയാണെന്ന് വെച്ചാൽ ഇരുട്ടിൻ്റെ അങ്ങേയറ്റാണ്, കൂരിരുട്ടാണ്. അകത്ത് കയറിപ്പോയിട്ട് എന്നാൽ എളുപ്പത്തിൽ കുട്ടി തൊട്ടിൽ കളിക്കുകയാണല്ലോ, മോനെ ഇങ്ങ് തരൂ എന്ന് പിടിക്കുമ്പോഴേക്ക് ധാത്രി, അതായത് ഈ കുഞ്ഞിനെ നോക്കിയിരുന്ന പെണ്ണ്, വേലക്കാരി പെണ്ണ് ഒറ്റ കരച്ചിൽ അയ്യോ എന്ന് കരഞ്ഞു. കാരണം ഒരു മനുഷ്യൻ, അത് ഇതുവരെ കണ്ടിട്ടില്ലാതെ, എവിടെയെങ്കിലും കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ വന്നിട്ട് ഇതാ ഒച്ചയുണ്ടാക്കി കുട്ടിയിരുന്ന് രത്നം തട്ടി പറിക്കണമെന്ന് വെച്ചിട്ട് ഉറക്കെ കരഞ്ഞപ്പോൾ ഉടനെ അവിടെ കിടന്ന് മയങ്ങിയിരുന്ന ഈ ജാമ്പവാൻ ഇങ്ങനെ ഓടി അങ്ങോട്ട് വന്നു, ക്രുദ്ധനായിട്ട് വന്നിട്ട് ഭഗവാനിട്ട് ഇടി തുടങ്ങി. ഇടി എന്ന് പറഞ്ഞാൽ ഭഗവാനും കുഴപ്പമൊന്നുമില്ല, ലോകോത്തര ബോക്സിംഗ് ചാമ്പ്യനാണെന്ന് അവന് മനസ്സിലായായിരുന്നു. ആ യുദ്ധത്തെ പറ്റിയൊക്കെ ഭാഗവതരെടുത്ത് വായിച്ചാൽ മതി, മുഴുവൻ ഞാൻ പറയില്ല അവിടെ. അവൻ്റെ ഓരോ സന്ധിയും കലങ്ങിപ്പോയതാണ്. അവൻ്റെ ഓരോ സന്ധിയും ഭഗവാൻ എത്ര ദിവസം, 28 ദിവസം രാവും പകലും ഉറക്കമില്ലാതെ തമ്മിലടിയാണ്. അത് ജാമ്പവാൻ മോശമൊന്നുമില്ല കേട്ടോ, പിടിച്ച് നിന്നല്ലോ അവൻ. നമ്മളൊക്കെയാണെങ്കിൽ ഭഗവാൻ കൈ ഉയർത്തുമ്പോഴേ ബോധം കിട്ടുപോകും. ശിവൻ ജാമ്പവാൻ യുദ്ധവിശാരദനാണ്, മരണമില്ലാതെ എത്രയോ ചിരഞ്ജീവിയാണ് ഇവൻ. ആ ത്രേതായുഗത്തിലേ ഉണ്ട് ഈ ചങ്ങാതിയില്ലേ,
ഈ ഹനുമാൻ ചാടുമ്പോഴൊക്കെ ഇവനാണ് പിന്നെ മോട്ടിവേഷൻ ടോക്ക് കൊടുക്കണത്. എന്ത് ചാടിക്ക് ഒരു കുഴപ്പമില്ല എന്ന് മോട്ടിവേഷൻ കൊടുത്തൊക്കെ ആരാണ്? ജാമ്പവാനാണ്. ജാമ്പവാനാണെങ്കിൽ പലതവണ ഈ ഏഷ്യ മൈനർ ചുറ്റി വന്നിട്ടുള്ളവനാണ്. വളരെ ശക്തനാണ്, യുദ്ധത്തിൽ അതിവിദഗ്ധനാണ്. ഏതായാലും ശരി, ഇവനുമായിട്ട് യുദ്ധത്തിൻ്റെ സമയത്ത് ഭഗവാന്റെ ഇടി കൊണ്ടിട്ട് ഇവൻ്റെ പിന്നെ എന്താ പറയുക, പണ്ട് പറയല്ലേ മുലപ്പാൽ തുപ്പിപ്പോയി അവൻ. ഭഗവാനോട് വിട്ടുകൊടുത്തില്ല അവൻ. ഇവൻ മൽപ്പിടത്തിൽ മിടുക്കനാണ്. ഇവൻ ഈ കരടിയെടുത്ത് നടക്കുമോ? ഭഗവാൻ ഇവനെ പോലെ നഖമൊന്നുമില്ല, പക്ഷെ ഭഗവാൻ ഇടി. അതിഭീകരമായ മുഷ്ടിയുദ്ധം കൊണ്ട് ഇവൻ 28 ദിവസം രാവും പകലും ഇല്ലാതെ ഉറക്കമില്ലാണ്ട യുദ്ധമാണ്. ഞാൻ ചിന്തിക്കുന്ന കുട്ടി എന്തായി എന്നുള്ള കടന്ന കുട്ടി ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇത് കണ്ടിട്ടേ. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുക. വരികൾക്കിടയിൽ വായിക്കണമല്ലോ. ഏതായാലും ഇടി കൊണ്ട്, നല്ലോണം ഇടി കൊണ്ട് ദേഹം മുഴുവൻ കലങ്ങി. അപ്പോൾ അവന് മനസ്സിലായി ഇത് ഇനി മുന്നോട്ട് പോയാൽ ഞാൻ ചത്തുപോകും. അവനവിടെ കിടന്നിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ സ്തുതി ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചുതരാം. ഇടി കൊണ്ടാലേ ചിലർക്ക് സ്തുതിക്കാൻ തോന്നുള്ളൂ, അങ്ങനെ ഒരു വിഷയമുണ്ട്. മര്യാദയ്ക്ക് ഭാഗവതം വായിച്ചോ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല. അനുഭവം വരുമ്പോൾ ജാനേ ത്വാം സർവഭൂതാനാം പ്രാണ ഓജസ്സഹോ ബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമധീശ്വരം. എന്താണ്? ഞാൻ അങ്ങേ അറിയണു. എങ്ങനെ അറിയണം? ഇടി കൊണ്ടിട്ട്. അത് പറഞ്ഞിട്ടില്ല, അത് വ്യംഗ്യമാണ്. ഞാൻ അങ്ങേ അറിയണു. എങ്ങനെയാണ്? അങ്ങ് സർവഭൂതാനാം പ്രാണ, അങ്ങ് സർവ ജീവജാലങ്ങളുടെയും പ്രാണനാണ്. ഓജസ്സാണ്. അങ്ങ് സഹ എന്ന് പറഞ്ഞാൽ മനോബലം. സഹോബലം, മനോബലവും ഫിസിക്കൽ ഡെക്സ്റ്ററിറ്റി ആൻഡ് മെൻ്റൽ ഡെക്സ്റ്ററിറ്റി രണ്ടുമാണ്. അങ്ങ് മനോബലവുമാണ് ശരീരബലവുമാണ്. വിഷ്ണും പുരാണ പുരുഷം, അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണുവാണ്, പുരാണ പുരുഷനാണ്. അങ്ങ് സകല ജനത്തിനും ലോകത്തിനും അധീശ്വരനാണെന്ന് സ്തുതിക്കുകയാണ് ജാമ്പവാൻ. ഇടി കൊണ്ട് പദം വന്നിട്ട്. എന്നിട്ട് സുരാജ് ചോദിച്ചവർ ഇതേതാ ജില്ല എന്ന് ചോദിച്ചില്ല, അടി കൊണ്ടിട്ട് തിരിയുമ്പോൾ. അതുപോലെയൊക്കെ അവൻ ആ ഗുഹയ്ക്കകത്ത് കിടന്നു പ്രാണം പോയില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഭഗവാന്റെ അടി കൊണ്ട് ഇങ്ങനെ ആയപ്പോൾ പാണിനാ ശങ്കരേണ എന്നൊരു പ്രയോഗം ഭാഗവത്തിലുണ്ട്. എന്താ വെച്ചാൽ ഈ സുഖിപ്പിക്കുന്ന കൈ കൊണ്ട്, അടി കൊടുക്കുന്ന കൈ വേറെ, അടി കൊടുക്കുന്ന കൈ വേറെ. അടി കൊണ്ട് വീണവനെ ഭഗവാൻ അവിടെ ഇട്ട് ചവിട്ടിയില്ല. പിന്നെ ഭഗവാൻ ഒന്ന് തഴുകി, നീ വിഷമിക്കേണ്ടതാന്നുണ്ട്, കൈയൊന്ന് തഴുകി. പാണിനാ ശങ്കരേണ വെച്ചാൽ ശങ്കരോ തീതി ശങ്കര എന്നാണ് ശിവൻ്റെ പര്യായമാണ്. എന്താണ്? സുഖം നൽകുന്നുണ്ട്. പാണിനാ ശങ്കരേണ എന്ന് പറഞ്ഞാൽ സുഖിപ്പിക്കുന്ന കൈയുണ്ട്. നേരത്തെ കൊടുത്ത കൈ ഇടി കൊടുക്കുന്ന കൈയാണ്. സുഖിപ്പിക്കുന്ന കൈ കൊണ്ട് ഭഗവാൻ ഒന്ന് തഴുകി ഇവനെന്ന് വിഷമിക്കേണ്ട കുട്ടാ, ഡിസ്പെൻസറി പോയാൽ മതി, ഒക്കെ ശരിയാക്കി തരും, പല്ല് വേറെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇവന് തഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന് പൂർവ്വജന്മ സ്മരണ ഉണ്ടാവണം, പൂർവ്വസ്മരണ ഉണ്ടാവണം. എന്താണ്? ഈ തലോടിൽ ഈ കൈ എവിടെയോ ഞാൻ സ്പർശിച്ചിട്ടുണ്ട്. എവിടെയാണ്? സാക്ഷാൽ ശ്രീരാമചന്ദ്ര പ്രഭുവായിരിക്കുമ്പോൾ ആ കൈകൾ ഞാൻ സ്പർശിച്ചിട്ടുണ്ട്. അതേ സ്പർശമാണിത്. അതേ ശ്രീരാമചന്ദ്രസ്വാമി തന്നെയാണ് ഇവിടെ വന്ന് ആരായിരിക്കുന്നത്? ശ്രീകൃഷ്ണനെ അവതരിച്ചിരിക്കുന്നത്. എങ്ങനെ? സേതുകൃത സ്വയശ ഉജ്ജ്വലിത ച ലങ്ക. അതായത് സേതു ഉണ്ടാക്കി ലങ്കയിൽ പോയിട്ട് ലങ്കയെ കത്തിച്ചു എന്നാണ്. രക്ഷശിരാംസി ഭുവി പേതുരിക്ഷുതാനി. അതായത് അമ്പുകൊണ്ട് എയ്തിട്ട് രാക്ഷസന്മാരുടെയൊക്കെ ശിരസ് നിലത്തുരുളാനിടയാക്കിയവനാണ് ഈ രാമചന്ദ്രൻ. ആ രാമചന്ദ്രൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പാണിനാ ശങ്കരേണ തലോടി കൊടുത്തു. ഇവിടെ ഇതിൽ മേൽപ്പത്തൂരിൻ്റെ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞു വിട്ടുപോയി. എന്താ വെച്ചാൽ ഈ കുറ്റം പറഞ്ഞല്ലോ ആൾക്കാർ, നാട്ടുകാർ മുഴുവൻ ഭഗവാൻ കൃഷ്ണനെ കുറ്റം പറഞ്ഞല്ലോ. ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക എന്ന് ഒരു വാക്യം മേൽപ്പത്തൂർ ഈ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മേൽപ്പത്തൂരാണ് ഇതിൽ മാർക്ക് കൊണ്ടുപോയത്. ഇത്രയൊക്കെ ഭാഗവത് എഴുതി വെച്ചിട്ടും ഈ ഒരു വാക്കോട് മലയാളികളെ മുഴുവൻ വരച്ച് കാട്ടാൻ മേൽപ്പത്തൂരിനായിക്കൊണ്ട് എൻ്റെ 1000 നമസ്കാരങ്ങൾ. എന്താ വെച്ചാൽ കേട്ടോളൂ. ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക. എത്ര ഗുണമുള്ള ആളാണെങ്കിലും ഒരു പരമാണു സദൃശമായ ദോഷം കേട്ടാൽ ജനങ്ങൾക്കത് അമൃത് പോലെയാണ്. അതങ്ങോട്ട് പ്രചരിപ്പിക്കും. ഒരു കോപ്പിയല്ല, കോടിക്കണക്കിന് കോപ്പി അടിച്ചു വിടും. അങ്ങനെയാണ് മനുഷ്യരുടെ സ്വഭാവം. അത് മനസ്സിലാക്കിയ മലയാളി ആയതുകൊണ്ടായിരിക്കാം ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തിരികെ. ഇത് ഭാഗവതകാരൻ പറഞ്ഞിട്ടില്ല. അത് ജനാനാം പീയൂഷം ഭവതി. ഇപ്പോൾ ഗുരുമൂർത്തി ഈ നിൽക്കുന്നിടത്ത് പോയുയർന്നു. അത് ഹോമത്തിൻ്റെ പുകയാണോ അതോ സിഗരറ്റ് വലിക്കുന്നതാണോ എന്നുള്ളത്. അപ്പോൾ ഉടനെ എന്താ പറയുക? ഹോമത്തിൻ്റെ പുകയാവാൻ വഴിയില്ല. ഞാൻ എന്നോട് ശത്രുതയുള്ളവരാവുമല്ലോ. അവരെന്താ പറയുക? ഗുരുമൂർത്തി നിൽക്കുന്നിടത്ത് പുക വരണ കണ്ടു, അത് മിക്കവാറും അയാൾ സിഗരറ്റ് വലിച്ചതാവും ഒരാൾ ആദ്യം പറയും. പിന്നെ ആൾ എന്താ പറയുക? ഞാൻ 555 വലിച്ചു എന്ന് പറയും. സിഗരറ്റ് ഞാൻ ചെയ്യാത്തൊരു പ്രവൃത്തി അങ്ങനെ പറയും. അപ്പോൾ ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരു അവസരം നോക്കിയിരിക്കണം ആര്? ജനങ്ങൾ. ഈ സാക്ഷാൽ മഹാവിഷ്ണു അവതരിച്ചിട്ടും രക്ഷയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ നല്ലത് ചെയ്തിട്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഗുരുവിനോട് അമ്മയോട് പറഞ്ഞു, അമ്മയെ കുറേ പേര് എന്നെ വെറുതെ കുറ്റം പറയുന്നുണ്ട്, ഞാൻ പൈസ പിരിക്കണു, ഞാൻ ആശ്രമം കെട്ടാൻ വേണ്ടി കോടികൾ പിരിക്കുന്നു എന്നൊക്കെ കള്ളം പറഞ്ഞു. കുറേ പേര് ഫേസ്ബുക്കിൽ എഴുതി അമ്മേ. അപ്പം പറഞ്ഞു പോകാൻ പറയടാന്ന്.
കാരണം അമ്മ ഇത് ശ്രീകൃഷ്ണൻ അയക്കുമ്പോൾ അമ്മ കേട്ടിട്ടുള്ള കാര്യമാണ്. പോയി പണി നോക്കാൻ പറ, നെവർ മൈൻഡ് ദം, അവർ മൈൻഡ് ചെയ്യേണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ്? നാം ചെയ്യുന്ന പ്രവൃത്തി ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടും സത്യസന്ധവുമായി ചെയ്താൽ ആരെയും ഭയക്കേണ്ടതില്ല എന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഭഗവാനെ ഇതിലൊരു കാര്യം പറയണ്ടേ, ഈ ജാമ്പവാനും ഭഗവാനും കൂടി അടിപിടി ഉണ്ടാക്കിയപ്പോൾ അതിൽ ഭാഗവതകാരനൊരു രസകരമായിട്ടുള്ള ഒരു പ്രയോഗം, ക്രവ്യാർത്ഥേ ശേനയോരിവാന്ന്, അതായത് പരുന്തുകൾ മാംസക്കഷ്ണത്തിന് വേണ്ടി കടിപിടി കൂടുന്ന പോലെ എന്നാണ് അതിൽ ഭാഗവതകാരൻ പറഞ്ഞിരിക്കുന്നത്. അതിലൊരു പാപം വ്യാസന വന്നിരിക്കും. കാരണം ഭഗവാനെ അങ്ങനെ വെറും പരുന്തിനോടും കടിപിടിയായിട്ട് ഉപമിച്ചതുകൊണ്ട് ചിലപ്പോൾ ഒരു പാപം വന്നിരിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് ഉപമയാണ്. മാംസക്കഷ്ണത്തിന് വേണ്ടി പരസ്പരം പരുന്തുകൾ കടിപിടി കൂടുന്നത് പോലെ എന്ന് ജാമ്പവാന്റെയും ഭഗവാന്റെയും യുദ്ധത്തെ പറഞ്ഞിരിക്കുകയാണ്. 28 ദിവസം ഒരു യുദ്ധം ചെയ്തു. ഇതൊരു തമാശ ഇതൊന്നുമല്ല. ഇവന്മാരെന്ത് ചെയ്തു വെച്ചാൽ യാദവർ പുറത്ത് നിർത്തിയല്ലോ. അവരെന്ത് ചെയ്തു അറിയോ? അവർ 12 ദിവസം കാത്തു നിന്നു. പിന്നെ ഒരു അടുത്തെങ്ങും ഹോട്ടലും ഇല്ല, വെള്ളവും ഇല്ല. എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് പോവാം, വീട്ടിൽ പോവാം. ഭഗവാൻ പോയി ചത്തു എന്ന് വിചാരിച്ചവർ. അതാണ് യാദവർക്ക് ബുദ്ധി കുറവുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. ഇത് വന്നിരിക്കുന്ന സാക്ഷാൽ മഹാദേവനാണ്, അല്ലെങ്കിൽ സാക്ഷാൽ പരമേശ്വരനാണ്, അല്ലെങ്കിൽ മഹാവിഷ്ണുവാണെന്ന് ചിന്തിക്കാൻ കഴിവില്ല. അവരെന്താ ചിന്തിക്കുന്നത്? ഒരു മനുഷ്യനാണ്, ഇയാൾ പോയി യുദ്ധത്തിൽ ഇപ്പോൾ ജാമ്പവനായിട്ട് പണിയായി തീർന്നു, അതുകൊണ്ട് അയാൾ പുറത്തു വരാത്തത്. ഗുഹയിൽ നിന്ന് പുറത്തു വരാത്ത കണ്ടപ്പോൾ ഇവർ വിചാരിക്കണം ഇത് ഈശ്വരനാണ് പുറത്തു വരുന്നു വിചാരിക്കില്ല. അവർ നേരെ 12ാം ദിവസമായി ഇവർ സ്ഥലം വിട്ട് എവിടെ പോയി? നേരെ പോയിട്ട് വസുദേവരെ കാര്യം അറിയിച്ചു. വസുദേവരെ രുക്മിണിയോടും പറഞ്ഞു. വസുദേവരും രുക്മിണിയും കരച്ചിലോട് കരച്ചിൽ, ഭഗവാൻ മരിച്ചു എന്നായി. ഭഗവാൻ പുറത്തു വന്നില്ല. 12 ദിവസം ഞങ്ങൾ കാത്തു. ഒച്ചയും ബഹളമൊക്കെ കേട്ടു, പിന്നൊന്നും കേൾക്കില്ല എന്ന്. ഇനി സമയമുണ്ടോ പറയാൻ? ഊണ് കഴിക്കാൻ ഇതായില്ലേ? എന്നാൽ 5 മിനിറ്റ് കൊണ്ട് തീർക്കാം. അപ്പോൾ പാട്ടറിയാത്തതുകൊണ്ടാട്ടോ എന്നോട് നിർത്താൻ പറയണത്. പാട്ടും മൃദംഗമൊക്കെ ഉണ്ടെച്ചാൽ 10 മിനിറ്റ് കൂടുതൽ തന്നെ വിരോധമില്ലെന്നാണ്. നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യണം കേട്ടോ കാര്യം. ശരി. അപ്പോൾ വസുദേവർ കരയാൻ തുടങ്ങി, രുക്മിണി കരയാൻ തുടങ്ങി. കാരണം യാദവർ കൂടെ പോയവർ തിരിച്ചു വന്ന് പറയുകയാണ് അയാൾ തിരിച്ചു വരില്ല ഇനി എന്ന് പറയുകയാണ്. അപ്പോൾ യാദവർക്കും വിഷമമുണ്ട്. കൃഷ്ണൻ വളരെ ഏറ്റവും ഉറ്റ തോഴനാണ്, കൃഷ്ണനോട് വളരെ ഇഷ്ടമാണ്. യാദവർ എന്ത് ചെയ്തു അറിയോ? യാദവരുടെ കുലദേവതയായിരിക്കുന്ന ചന്ദ്രഭാഗ ദുർഗാ ഭഗവതിയുടെ അടുത്ത് പോയി. ദുർഗയുടെ ഇപ്പം നോക്കിക്കോ, മായ ഇപ്പം കാണാം നിങ്ങൾക്ക്. ഇപ്പം കാണാം മായ, ഇപ്പം കാണാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അതായത് ദുർഗാ ഭഗവതിയെ സ്തുതിച്ചു. ചന്ദ്രഭാഗ എന്ന പേരായിരിക്കുന്ന ഇപ്പോഴുണ്ട് ക്ഷേത്രമുണ്ട് ഗുജറാത്തിൽ. ചന്ദ്രഭാഗ ക്ഷേത്രമുണ്ട്. അത് പിന്നെ ഗുജറാത്തിൻ്റെ നടുവിൽ തന്നെയാണ്. ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഇവർ പോയി ദുർഗയോട് പ്രാർത്ഥിച്ചു, ദുർഗയെ ഭഗവതി ഞങ്ങളെ ഈ വൈതരണിയിൽ നിന്ന് രക്ഷിക്കണേ, ഈ വിഷമത്തിൽ രക്ഷിക്കണേ, കൃഷ്ണനെ കാണാനില്ല, എത്രയും പെട്ടെന്ന് കൃഷ്ണനെ തിരിച്ചു കൊണ്ടു തരണം എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതും ദുർഗ അവരോട് തിരിച്ചു പറഞ്ഞു. മായാമയിയായ ദുർഗ അല്ലേ, മായാമയിയായ ദുർഗ അവരോട് പറഞ്ഞു. അന്നൊക്കെ ദേവതമാർ മനുഷ്യരോട് സംസാരിക്കുമായിരുന്നു എന്നാണ്. ഇന്ന് മനുഷ്യരോട് സംസാരിക്കാത്തതെന്ന് വെച്ചാൽ മനുഷ്യൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും വായ തുറന്ന് പറഞ്ഞാൽ ദൈവത്തെ വരെ അവർ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് മനുഷ്യരോട് ഭഗവാൻ മിണ്ടാതായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഭാഗവതർ പറയണത് യാദവർ കൃഷ്ണനെ കാണാനില്ലെന്ന് കരഞ്ഞുകൊണ്ട് അവരുടെ കുലദൈവമായിരിക്കുന്ന ദുർഗയോട് പ്രാർത്ഥിച്ചപ്പോൾ ദുർഗ പറഞ്ഞു പേടിക്കണ്ട, ഭഗവാൻ വരും എന്ന് പറഞ്ഞ് അല്പം കഴിഞ്ഞപ്പോഴേക്ക് ഭഗവാൻ ജാമ്പവാൻ മണി മാത്രമല്ല തിരിച്ചു കൊടുത്തത്, ജാമ്പവതി അതായത് സ്വന്തം മകളെയും കൂടി കെട്ടിച്ചു കൊടുത്തു. കാരണം ഇത് ശ്രീരാമചന്ദ്രൻ എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ 2 രത്നങ്ങളോട് കൂടിയാണ് ആര് വരുന്നത്? ഭഗവാൻ വരുന്നത്. ശമന്തകവും കൊണ്ടുവന്നു, ജാമ്പവതിയും കൊണ്ടുവന്നു. ഇപ്പോൾ യാദവർക്കൊക്കെ സന്തോഷമായി, വലിയ ഉല്ലാസമായി. പിന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഈ ഭാഗവതം നമ്മുടെ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ പുസ്തകമൊക്കെ നന്ന്. ചില ഭാഗവത വ്യാഖ്യാനങ്ങളിൽ അനാവശ്യമായ ഒരു കുത്തിത്തിരിപ്പും വേദനയും ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്കോൺകാരുടെ ഭാഗവതത്തിൽ ഈ ഭാഗം പറയുന്നിടത്ത് ഈ ഭാഗവതം എഴുതിയ ആൾ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടുമില്ലാത്ത കാര്യം കുത്തിത്തിരിക്കുകയാണ്. ഭാഗവതം എഴുതിയ വ്യാസൻ എഴുതിയിരിക്കുന്നത് എന്താണ്? ദുർഗാദേവിയെ അവർ പോയി സ്തുതിച്ചുവെന്നും ദുർഗ അവരെ അനുഗ്രഹിച്ചു എന്നാണ്. ചുമ്മാതെ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇവർ എഴുതിയിരിക്കുകയാണ് ഡെമി ഗോഡായിരിക്കുന്ന ദുർഗ എന്ന്. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇമാതിരി തെമ്മാടിത്തരമൊക്കെ ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് എഴുതുന്നതുകൊണ്ടാണ് പലരും ഗ്രന്ഥത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഭാഗവതകാരനായ വ്യാസൻ ഒരിക്കലും ദുർഗയെ നിന്ദിക്കില്ല. കാരണം വ്യാസൻ ബഗളാമുഖിയുടെ വലിയ ഉപാസകനായിരുന്നു. ആദിപരാശക്തിയെ നിന്ദിച്ചുകൊണ്ട് വ്യാസൻ ഒരു വരി പോലും എഴുതില്ല. എന്നാൽ ഇതിൻ്റെ വ്യാഖ്യാനം എഴുതുന്നവൻ കൃഷ്ണഭക്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഇതര ദേവതകളെ നിന്ദിക്കുന്നത് വളരെ വൃത്തികേടാണ്. അത് കൂടുതലായിട്ട് വരികയാണ് ഇപ്പോൾ. അത് നിങ്ങൾ കരുതിയിരിക്കണം. വ്യാസൻ എഴുതിയ ദുർഗാ ഭഗവതി എന്നേ ഉള്ളൂ, ദുർഗാദേവി എന്നേ ഉള്ളൂ. ഇവനെൻ്റെ താഴെ ഡെമി ഗോഡസ് എന്ന് വെച്ചാൽ ഉപദേവത എന്ന്. അത് ആരോ എന്നോട് പറഞ്ഞു. ഇപ്പോൾ വ്യാസൻ്റെ അപ്പനം കളിക്കുകയാണ് ഇവരൊക്കെ. അത് ശരിയല്ല. അതിപ്പോൾ പ്രത്യേകം ഞാൻ പറയുകയാണ്. ഏതായാലും ഭഗവാൻ കൃഷ്ണൻ തിരിച്ചു വന്നു. അപ്പോൾ ഈ രത്നം, അപ്പോൾ സത്രാജിത്ത് അവിടെ വന്നു. ഈ രത്നം വാങ്ങാൻ വരണമല്ലോ, ഏറ്റുവാങ്ങാൻ.
ഏറ്റുവാങ്ങാൻ വന്ന് രത്നം ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ ഇത് സ്വീകരിക്കണം എന്ന് ആര് പറഞ്ഞു? സത്രാജിത്ത് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയേ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് പിന്നെ ഇത് വേണ്ട, ഇങ്ങനത്തെ ഭാഗമൊന്നും എനിക്ക് വേണ്ട, കൊണ്ടുപോയിക്കോളൂ പറഞ്ഞു. അപ്പോൾ അയാൾ തിരിച്ചു പോകുമ്പോൾ ഈ ആലോചിക്കുക, അയ്യോ ഭഗവാനെപ്പോലും മഹാശക്തനെ പിണക്കിയത് ശരിയായില്ല. യാദവന്മാരാണെങ്കിൽ ഇടിക്കൊരു മയമില്ലാത്തവന്മാരാണ്. ഇനി എന്തെങ്കിലും പ്രശ്നം എന്നെ പിടിച്ചിടിക്കുകയോ വരുമെന്ന് പേടിച്ചിട്ട് പലതും ചിന്തിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഇയാൾ ചിന്തിച്ചു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എന്താണ് ഒരു ഉപായം. അപ്പോൾ അയാൾക്ക് തോന്നി ഈ രത്നവും എൻ്റെ മകളാകുന്ന സ്ത്രീരത്നവും കൂടി ഒരുമിച്ച് ഭഗവാന് സത്യഭാമയും കൂടി അങ്ങോട്ട് കൊടുക്കാം എന്ന് കരുതി തിരിച്ചു വന്ന് സത്യഭാമയും ഭഗവാനെ സമർപ്പിച്ച് ഈ രത്നവും സമർപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ അവസാന ഭാഗം. ഇങ്ങനെയുള്ള ഭഗവാൻ, സർവശക്തനായ ഭഗവാൻ വേണ്ടാത്തതിലൊന്നും നമുക്ക് മോഹം ജനിപ്പിക്കാതിരിക്കട്ടെ. മായാകാര്യങ്ങളിൽ അനാവശ്യമായിട്ട് പോയിട്ട് 1 കിട്ടിയാൽ 10 കിട്ടണം തോന്നും, 10 ലഭിച്ചാൽ 100ന് മോഹം അല്ലേ, അങ്ങനെ അനാവശ്യമായ ആഗ്രഹങ്ങൾ പെരുകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാവർക്കും പാഠമായിരിക്കട്ടെ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്തസ്മരണം. ജയ് ജയ് രാമ രാമ. സദ്ഗുരുസ്വാമിന ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശ്രീരാമ ജയം.